തിരുവെഴുത്ത് വായിച്ചു കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തി എന്ന പുസ്തകത്തിൽ 2-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. ആ ഒടുവിലത്തെ ഭാഗം മാത്രം, ഒരു ചെറിയ ഭാഗം, അത് ഒന്ന് ഉറക്കെ വായിച്ചു കേൾപ്പിക്കാം. വായിച്ചാട്ടെ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ വായിച്ചാൽ ഒക്കുകയില്ല, ചേർത്ത് വായര്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി. ശ്രദ്ധിച്ചേ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇന്ന് ബൈബിൾ വായിക്കുന്നതിന് പേടിക്കൊന്നും വേണ്ട, ശാന്തമായിട്ട് വായിച്ചാൽ മതി. നാളെ ഇച്ചിരി പേടിക്കുന്നത് നല്ലതാണ്. പ്രൈസല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ന് സാവകാശം വായിച്ചാൽ മതി, ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ശ്രദ്ധിച്ചേ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വളരെ പരിചിതമായൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ ശബ്ദപരിധിയിൽ ഉള്ള ആളുകൾക്കൊരു പക്ഷേ പ്രസംഗകനെ വലിയ പരിചയമില്ലാതിരിക്കാം. ഇവിടെയുള്ളവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് പുറത്തുള്ളവർക്ക് വേണ്ടി ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, പേര് ഷമീർ എന്നാണ്, സ്വദേശം കൊല്ലം ജില്ല. അപ്പോൾ ഷമീർ കൊല്ലം. പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കറിയാം ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി ഒന്നുമല്ല. ജനിച്ചു വളർന്നത് അബ്ദുൽ സലാം ജമീല ദമ്പതികളിൽ 3 മക്കളിൽ ഒരാളായി പാരമ്പര്യ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പരമ്പരാഗതമായി ചെറിയ പ്രായത്തിൽ തന്നെ തൊപ്പിയിട്ട് മതപഠനത്തിനായി മദ്രസയിൽ കടന്നുപോയി. ഏതാണ്ട് സാധാരണ വിദ്യാഭ്യാസം അനുസരിച്ച് മദ്രസയിൽ 7 വർഷക്കാലം 7ാം ക്ലാസ് വരെ മദ്രസയിൽ മതപഠനമൊക്കെ പഠിച്ചു. ഉള്ളതങ്ങ് പറഞ്ഞാൽ അവിടുന്ന് പറയുന്നത് ഇവിടുന്ന് ഏറ്റു പറയുന്നു എന്നല്ലാതെ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാതെയാണ് അന്ന് പഠിച്ചത്. അങ്ങനെ പഠിച്ചു വളർന്ന് ബാപ്പയും ഉമ്മയും കാണിച്ചു തന്ന മതപശ്ചാത്തലത്തിൽ വളർന്ന് അങ്ങനെ മുന്നോട്ട് പോയി യൗവനകാലങ്ങൾ കഴിഞ്ഞു. ആ കാലങ്ങളൊന്നും എൻ്റെ നാട്ടിൽ ഈ പെന്തക്കോസ് എന്ന് പറയുന്നൊരു കൂട്ടത്തെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഞങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന നിലയിൽ അറിയുന്നത് വീട്ടിൻ്റെ പരിസരത്ത് അവിടങ്ങളിലായി കത്തോലിക്കരായ സഹോദരങ്ങൾ താമസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അറിവിൽ, അഥവാ എൻ്റെ ബാല്യകാലത്തെ അറിവിൽ, ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ അവരാണ്. അവരുടെ വീട്ടിലാണ് താടിയും മുടിയും നീട്ടി വളർത്തി യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന രൂപമൊക്കെ കാണുമ്പോൾ അത് യേശുവാണെന്നും ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്നൊക്കെ കുഞ്ഞു മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കടന്നുപോയ ബാല്യകാലങ്ങൾ. ആ കാലത്തൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന വേർപെട്ട ഒരു കൂട്ടങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 2002 വരെ ആ നിലവാരത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് പോയി. എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. ഒരാൾ സോഫിയ, ഒരാൾ ജാസ്മിൻ. ഉമ്മയുടെ പേര് ജമീല ബീവി, ബാപ്പായുടെ പേര് അബ്ദുൽ സലാം. ഉമ്മയുടെ ഒരു ചേട്ടത്തി, അതായത് ചേച്ചി, വല്യമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, നിങ്ങൾ വല്യമ്മച്ചി എന്ന് പറയുന്ന ഒരു അമ്മയും കൂടെ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ പേര് ഐഷ ബീവി. അപ്പോൾ ഇതൊക്കെ എന്തിനാ വിവരിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മലപ്പുറം കണ്ണൂർ ഭാഗത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ, പ്രസംഗം കഴിഞ്ഞപ്പോൾ സംഘാടകൻ പിറ്റേ ദിവസം അവിടുത്തെ കവലയിലോട്ട് ചെന്നപ്പോൾ അവിടെ ചില ആളുകൾ പറഞ്ഞു, മുസ്ലിമിൽ നിന്നൊന്നും ആരും അങ്ങനെ പോകത്തില്ല, ഇത് ഈ പെന്തിക്കോസുകാർ ചുമ്മാ കൊണ്ടുവന്ന് പറയിക്കുന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു അപ്പൻ മുസ്ലിമോ അമ്മ ഹിന്ദുവോ, അല്ലെങ്കിൽ അമ്മ ഹിന്ദു അപ്പൻ മുസ്ലിമോ, അല്ലെങ്കിൽ അമ്മ ക്രിസ്ത്യാനി അച്ഛൻ മുസ്ലിം, അങ്ങനെ എങ്ങാനും വന്നേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സങ്കര ഇനത്തിലൊന്നും വന്നതല്ല എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആധാറും പാൻ കാർഡും ലൈസൻസും ഒക്കെ പേഴ്സയിലുണ്ട്. സംശയമുള്ളവർക്ക് സംശയം തീർക്കാം. പിന്നെ കൊണ്ടുവന്ന് പറ്റിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതും നമ്മുടെ ഇടയിൽ ഈ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗതികേട് നിമിത്തമാണ്. അത് ഞാൻ പറയരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? എന്നെ വിളിച്ചപ്പോഴേ തന്നെ പറഞ്ഞു കാണും, വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച ടീമുകൾ കാണും. പക്ഷേ ഞാനിപ്പം അത്തരം കാര്യങ്ങൾ നിർത്തിവെച്ചിരിക്കാം. നമുക്ക് സുവിശേഷം പറയാം. കാര്യം ഇങ്ങനെ ഈ പറഞ്ഞതിൻ്റെ കാര്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഈ ആളെ കൊണ്ടുവന്ന് രോഗസൗഖ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് 1000-2000 കൊടുത്ത് പറയിക്കുന്ന ബിരുദന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ അവിടെ വിടുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് 2002 വരെ ആ നിലയിൽ ജീവിച്ചു. യേശുക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പഴയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ റോയ് പാസ്റ്റർ അല്പം അനുഭവങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം പങ്കുവച്ചതുപോലെ
അദ്ദേഹം ഈ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പുറത്ത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ചിന്തയുണ്ടാകാം, ഇദ്ദേഹം ദൈവത്തെക്കുറിച്ച് കൂടെ കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് പ്രളയം വന്നെന്നും പറയുന്നു, പിന്നെയും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എന്നിട്ട് സ്ട്രോക്ക് വന്നെന്ന് പറയുന്നു, പിന്നെയും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പുള്ളിക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം ഈ പുറത്തുള്ള ആളുകൾ ചിന്തിക്കേടാ, ദൈവം ഉണ്ടെന്നും പറയുന്നു, ഇങ്ങർക്ക് മൊത്തം അസുഖവും. ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരത്തില്ലെന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല, രോഗം വരത്തില്ലെന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആരും വെറുതെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഒരു പ്രത്യാശയുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രത്യാശയുടെ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇനി റോയ് പാസ്റ്ററിന് അസുഖം വരത്തില്ലെന്നോ ജാഗത്തില്ലെന്നോ ഒന്നും ഞങ്ങളാരും പറഞ്ഞില്ല. ഇപ്പോൾ നാളെ കൺവെൻഷൻ കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബലഹീനതയൊക്കെ വന്നേക്കാം, പക്ഷേ ബലഹീനത വരാത്ത നിത്യതയുള്ള ഒരാത്മാവിൻ്റെ രക്ഷ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാശയാണ് ഇവിടെ പങ്കുവെച്ചത്. ഇതൊരു വാക്കി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നാളെ അദ്ദേഹത്തിനൊരു പക്ഷേ ശരീരത്തിൽ വയ്യാതെ വന്ന ഉടനെ പറയും, കണ്ടോ നിങ്ങൾ കൺവെൻഷൻ നടത്തിയപ്പോൾ ഒത്തിരിയൊക്കെ തള്ളിയതല്ലേ, ഇപ്പോൾ ആശുപത്രി, ഇങ്ങനെയൊക്കെ പറയും. അത് പറയാതിരിക്കാനാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചേ. അപ്പോൾ അങ്ങനെ റോയ് പാസ്റ്റർ ഇവിടെ സാക്ഷ്യം പറഞ്ഞതുപോലെ ചില ജീവിത അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ആ അനുഭവത്തിലൂടെ ഈ ബൈബിൾ എന്താണെന്ന് അറിയാനുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതാണ് എൻ്റെ സാക്ഷ്യം. ആ സാഹചര്യം എന്താണെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ 1.5 മണിക്കൂർ പ്രസംഗം അതിനുള്ള സമയം അങ്ങനെ പോകും. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം നിമിത്തം ബൈബിൾ എന്താണെന്ന് ഒന്ന് അറിയാനൊരു താല്പര്യമുണ്ടായി. ആ താല്പര്യമാണ് കൃപയാൽ കഴിഞ്ഞ 22 വർഷമായി ജീവിക്കുന്ന ദൈവത്തെ സേവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആദ്യമായി യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ആരാധനയ്ക്കായി ഇറങ്ങിത്തിരിച്ച കാലം എൻ്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് എറിഞ്ഞിട്ട് എൻ്റെ ഉമ്മ ജമീല ബീവി പറഞ്ഞു, എൻ്റെ റബ്ബേ, ഇനി എന്തൊക്കെ ദോഷങ്ങൾ ഈ കുടുംബത്തിൽ വിളിച്ചു കയറ്റാനാണോ ഇബിലീസിൻ്റെ വഴിക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എവനെന്നും പറഞ്ഞ് ആകെപ്പാടെ ബഹളമുണ്ടാക്കി എൻ്റെ അമ്മ. എന്നാൽ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുകയാണ് അമ്മ. കൃപയാൽ ഉമ്മയും വിശ്വാസത്തിൽ വന്നു, 2 പെങ്ങന്മാർ വിശ്വാസത്തിൽ വന്നു, വല്യുമ്മ വിശ്വാസത്തിൽ വന്നു, ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. പെങ്ങളെ കെട്ടിയിരിക്കുന്ന അളിയൻ പാസ്റ്ററാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു ഭാര്യയും 2 മക്കൾ എനിക്കുമുണ്ട്, ഞങ്ങളും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അപ്പോൾ കൃപയാൽ ഇതാണ് കുടുംബ പശ്ചാത്തലം. അങ്ങനെ 2002 വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഇവിടെ വായിച്ച വേദഭാഗവുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറയാൻ അത്രയും പറഞ്ഞത്. കാര്യം ഇവിടെ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇപ്പം 4 പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വാക്യമാണിത്. അതിൽ 3 ഞാൻ ഒറ്റ വാക്കിൽ തൊട്ടുവിടാം, 4-മത്തത് അല്പം വിശദമാക്കാം. അതിനാണ് ഇന്നത്തെ സമയം ആശിക്കുന്നത്. അപ്പോൾ അത് 4 ചിന്തയിൽ ഒന്ന്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ 1-മത്തെ ചിന്ത, സഭയിൽ ദിനം പ്രതി ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും രക്ഷയും സ്നാനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ പല ഉന്നതന്മാരും രാജാക്കന്മാരും ഭരണകൂടങ്ങളും ഒക്കെ തകർത്തെറിയാൻ ശ്രമിച്ചിട്ടും സുവിശേഷ വിരോധികളാവുന്ന മണി 58 നോക്കിയിട്ടും ഈ ദൈവിക അനുഭവം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരൻ സ്വർഗത്തിലെ ദൈവമാണ്. ആമേ. ദിനം പ്രതി സഭയിൽ ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രസംഗ വിഷയം 1 അവിടെ വിടുന്നു. 2-മത്തെ ഒരു ചിന്ത, ആരാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആ വാക്യത്തിലുണ്ട്. ആരാ കൊണ്ടുവരുന്നത്? കർത്താവ്. അപ്പോൾ കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. റാന്നിക്കാരോട് പറയാം, ഉപദേശിമാരെ തല്ലിയിട്ട് കാര്യമില്ല. ഉപദേശിമാരല്ല സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്, കർത്താവിൻ്റെ ജോലിയാണ്. ഉപദേശിമാരെ തല്ലിയ ഉപദേശിമാർ ആശുപത്രിയിലാകും, അടുത്ത ഉപദേശി വരും, പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇതൊന്നും ഒരിക്കലും തീരുകയില്ല. ബൈബിൾ കോളേജിൽ നിന്ന് മുട്ട വിരിഞ്ഞിറങ്ങുന്ന പോലെ പിള്ളേർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഈ പരിപാടി അങ്ങനെയോ ഇങ്ങനെയൊന്നും തീരുന്ന പരിപാടിയല്ല. കാരണം ഇതിൻ്റെ പിന്നിലെ കാരണക്കാരൻ കർത്താവാണ്. 2-മത്തെ ചിന്ത ഞാൻ അവിടെ വിടുന്നു. 3, കർത്താവ് ആരെയാണ് സഭയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കർത്താവ് ആരെയാണ് സഭയെ കൊണ്ടുവരുന്നത്? പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. രക്ഷിക്കപ്പെടുന്നവർ. അപ്പം ഒരു കാര്യം പൊതുജനവും മനസ്സിലാക്കണം, പെന്തക്കോസുകാരും മനസ്സിലാക്കണം, പള്ളിക്കകത്ത് വരുന്നവരെല്ലാം വിശ്വാസികളല്ല. ഒന്നുകൂടെ പറയുന്നു, പള്ളിക്കകത്ത് വരുന്നവരെല്ലാം വിശ്വാസികളല്ല. കാരണം കർത്താവ് കൊണ്ടുവരുന്നത് ആരെയാ? രക്ഷിക്കപ്പെടുന്നവരെ. അപ്പം കർത്താവ് കൊണ്ടുവരുന്നത് രക്ഷിക്കപ്പെടുന്നവരെ. അപ്പം പള്ളിക്കകത്ത് 2 കൂട്ടർ വരും. 1 രക്ഷിക്കപ്പെട്ടവർ, 2 രക്ഷപ്പെടാൻ വരുന്നവർ. ഒന്നുകൂടെ പറയാം, കർത്താവ് കൊണ്ടുവരുന്ന 1 രക്ഷിക്കപ്പെട്ടവർ, 2 രക്ഷപ്പെടാൻ വരുന്നവർ. പെന്തിക്കോസിൽ പോയാൽ രക്ഷപ്പെടാം. നീ അറിഞ്ഞില്ലേ, സുമതി പെന്തിക്കോസിൽ പോയി രക്ഷപ്പെട്ടു ആണോ? പിന്നെ ആ രമണിയും പോയി, അവളും രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ആളുകളുടെ പൊതുവിലുള്ള പറച്ചിലാണ്, പെന്തിക്കോസിൽ പോയാൽ പറയങ്ങോട്ട്
അങ്ങനെ ധാരണയുള്ളവരാരും ഇങ്ങോട്ട് വന്നേക്കരുത്. എന്നാ മിണ്ടാത്തെ? അങ്ങനെ വരണ്ട ആരും. ഇത് രക്ഷപ്പെടാൻ വരുന്ന വഴി അല്ല. അതിന് ലോട്ടറി എടുത്താൽ മതി. പെന്തക്കോസ്തി വരണ്ട. ഈ രക്ഷപ്പെടാൻ വരുന്നവരാണ് ഈ സഭയ്ക്കകത്ത് മുഴുവൻ നാശകോടാലിയും ഒപ്പിക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വരുന്നവരാരും ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഈ രക്ഷപ്പെടാൻ വരുന്നവർ പെന്തക്കോസ്തി പോയി രക്ഷപ്പെടാൻ അങ്ങനെ വരാനും അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കാരണം ഈ കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ക്ഷുദ്രജീവികളാണ്. എന്ന് പറഞ്ഞാൽ അവർ പരസ്യം ചെയ്യുന്നത് കടഭാരമോ ഭാരപ്പെടണ്ട, ബിസിനസ് തകർച്ചയോ യേശു വിളിക്കുന്നു, കഷണ്ടിയിൽ മുടിയില്ലേ വരൂ യേശുവിൻ്റെ അടുക്കൽ, യേശു ഇതാ പല്ലിൻ്റെ പോടടയ്ക്കുന്നു. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ് എന്ന് പറയുന്ന കൊട്ടൻ ചുക്കാതിക്കാരനാക്കി മാറ്റി വെച്ചിരിക്കുന്നത് അങ്കൂനെയും ദാരൂനെയും പോലെയുള്ള ചില ക്ഷുദ്രജീവികളാണ് ഈ പെന്തക്കോസ്തി വന്നാൽ രക്ഷപ്പെടാം എന്നുള്ള ധാരണ ആളുകളുടെ മനസ്സിലുണ്ടാക്കിയത്. അബദ്ധത്തിൽ വിളിച്ചാണ് ഇനി വിളിക്കരുത്. ഞാൻ എൻ്റെ പ്രസംഗം മാറ്റത്തില്ല, ഇങ്ങനെ പ്രസംഗിക്കുള്ളൂ. അതിവിടെ ഇരിക്കുന്നവർക്ക് കൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ ചില പാസ്റ്റർമാർ പറയും, പാസ്റ്റർ നമ്മളിതൊക്കെ പബ്ലിക്ക് ഇങ്ങനെ പറയണോ? ഞാൻ ഉത്തരം പറയാം. പണ്ട് കാലത്ത് പെട്ടിക്കടയിലിരുന്ന് നാട്ടുവിശേഷം പറഞ്ഞ കാലമല്ലിത്. മനസ്സിലായോ? ഒരു വിരൽത്തുമ്പിൽ ഞെക്കിയാൽ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും സകല മനുഷ്യരും കണ്ടും കേട്ടും ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം നാടകം നടത്തുന്ന ഇത്തരം കച്ചവട സംഘങ്ങളുമായി പെന്തക്കോസ്തൽ അനുഭവത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് ദൈവദാസന്മാർ ഇനിയുള്ള കാലം പബ്ലിക്കിൽ പറയാൻ തയ്യാറാകണം. ഇത്തരം ക്ഷുദ്രജീവികളുമായി ഞങ്ങൾക്കൊരു ബന്ധവും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറ, ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരം ക്ഷുദ്രജീവികളുമായി നമുക്കൊരു ബന്ധവുമില്ല എന്ന് പൊതുജനത്തോട് പറഞ്ഞില്ലെങ്കിൽ ഈ പൊതുജനം തെറ്റിദ്ധരിക്കും. അവർ വിചാരിക്കും ഈ കാണുന്ന എല്ലാം പെന്തക്കോസ്താന്നാ. മനസ്സിലാകുന്നുണ്ടോ? ഈ കാണുന്ന എല്ലാം ഇതെല്ലാം പെന്തക്കോസ്താന്ന് വിചാരിച്ചാണ് ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ദൈവത്തിങ്കലേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണം ഇത്തരം കച്ചവട സംഘങ്ങൾ പെരുകിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു വാക്കിൽ ഞാൻ അത്രയും പറഞ്ഞത്. ജോലി ചെയ്യാൻ മടിയുള്ള വിയർപ്പിൻ്റെ അസുഖമുള്ള ചെറുപ്പക്കാർ ഇവന്മാരെല്ലാം കച്ചവടത്തിന് ഇറങ്ങുകയാണ്. ബൈബിളും മേടിച്ചുകൊണ്ട് ഇങ്ങനെ കച്ചവടം നടത്തുന്നത് കൊണ്ടാണ് ശരിയായ നിലയിൽ അനുഭവമുള്ള ദൈവകുഞ്ഞുങ്ങൾ സുവിശേഷം പറഞ്ഞാലും ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന കച്ചവട സംഘങ്ങൾ കാരണമാണ്. അതുകൊണ്ട് കൃപയുള്ള ദൈവദാസന്മാർ പറയണം, ഇത്തരം തട്ടിപ്പുകളുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നൊന്ന് പറഞ്ഞാൽ പോരാ. ഒരു അന്താരാഷ്ട്ര പ്രശ്നമല്ല, അത് പറയാൻ തയ്യാറാകണം. അതിൽ പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കർത്താവ് സഭയിലേക്ക് കൊണ്ടുവരുന്ന രക്ഷിക്കപ്പെട്ടവരെയാണ്. അപ്പോൾ അതെന്താ ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ചിലപ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല. അതാണ് പ്രസംഗ വിഷയം, പിന്നാലെ പറഞ്ഞു തരാം. അപ്പം 3 ചിന്ത ഞാൻ അവിടെ പറഞ്ഞു. 4ാമത്തെ ചിന്ത, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി പിന്നെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ ചിന്താ വിഷയം ഏതാണ് ഈ സഭ എന്നുള്ളതാണ്. ഏതാണ് ഈ സഭ? അതാ ഞാൻ പറഞ്ഞ 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച കാലം എന്തായാലും ക്രിസ്തുവിൻ്റെ അനുയായി ജീവിക്കണം, ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന് തീരുമാനിച്ചല്ലോ. അങ്ങനെ തീരുമാനിച്ച് രംഗത്തിറങ്ങിയപ്പോഴാണ് ഒരു കൺഫ്യൂഷൻ. ഏതാണ്? എവിടെ പോകും? ഏത് പള്ളിയാ ശരി? കത്തോലിക്കർ പറയുന്നു ഞങ്ങളുടെയാ ശരി, മാർത്തോമാക്കാർ പറയുന്നു ഞങ്ങളുടെയാ ശരി, യാക്കോബക്കാർ പറയുന്നു ഞങ്ങളുടെയാ ശരി, CSIക്കാർ പറയുന്നു ഞങ്ങളുടെയാ ശരി, പെന്തിക്കോസുകാർ പറയുന്നു ഞങ്ങളുടെയാ ശരി, എല്ലാവരും പറയുന്നു ഞങ്ങളുടെയാ ശരി. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മതപശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇവരെല്ലാം പറയുന്നു ഞങ്ങളുടെയാണ് ശരി. അപ്പോൾ ഇതിലേതാ ശരി എന്നൊരു ചിന്തയുണ്ടാകും. അപ്പോൾ ശരി ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. അത്രയേ ഉള്ളൂ. ശരി ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. അപ്പോൾ ഈ വചനപ്രകാരം ദൈവത്തിന് ഭൂമിയിൽ പള്ളിയുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കം. ഏതാണ് ദൈവത്തിൻ്റെ സഭ? ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന എനിക്ക് കത്തോലിക്കർ കൊള്ളത്തില്ലെന്നും മാർത്തോമാക്കാർ കൊള്ളത്തില്ലെന്നും യാക്കോബക്കാർ കൊള്ളത്തില്ലെന്നും പെന്തിക്കോസുകാർ മാത്രമാണ് നല്ലതെന്നും ഒന്നും പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. കാരണം എനിക്ക് ഇതിലാരും പ്രത്യേകതയുള്ളവരല്ല. ഞാൻ വേറൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണ്. അപ്പം ശരി കത്തോലിക്ക ആണെങ്കിൽ കത്തോലിക്ക, മർത്തോമയാണെങ്കിൽ മർത്തോമ, യാക്കോബെങ്കിൽ യാക്കോബ. എനിക്ക് ഏതായാലും ശരി അറിഞ്ഞാൽ മതി എന്ന ധാരണ മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് മറ്റുള്ളവരെല്ലാം മോശക്കാരും നമ്മൾ മിടുക്കന്മാർ അങ്ങനെ ഒരു ധാരണയില്ല. നിങ്ങൾക്കുണ്ടോ? ഈ നാട്ടിലുള്ള യാക്കോബക്കാരും മർത്തോമക്കാരും കത്തോലിക്കരെല്ലാം മോശക്കാരും പെന്തിക്കോസുകാർ മാത്രം മിടുക്കന്മാർ ആയതുകൊണ്ടാണോ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നത്? ആണോ പറ? ആണോ പറ? അല്ല, ഇൻ്റർനാഷണൽ കള്ളന്മാർ ഇതിൻ്റെ അകത്തും ഉണ്ട്, നമുക്കിതറിയാം. അപ്പം മറ്റു അവരെല്ലാം മോശക്കാരും ഇത് മിടുക്ക അങ്ങനൊന്നും നമ്മൾ വന്നതല്ല. പിന്നെ എന്താ ആളുകൾ ഈ അനുഭവത്തിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ റാന്നിയോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ അന്വേഷണം എന്നെ കൊണ്ടെത്തിച്ചത്, ഞാൻ ഒരാഴ്ച ചാലക്കുടിക്കടുത്തുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി.
അവിടെ ചെന്ന് ധ്യാനം കൂടുകയും അപ്പം മനോഹരമായ പാട്ടുകൾ പാടുന്ന പ്രേക്ഷിത പ്രവർത്തകർ, മുട്ടുസൂചി താഴെ വീണാൽ കേൾക്കാൻ കഴിയുന്ന നിശബ്ദമായ അന്തരീക്ഷം, പിന്നെ ആഹാരം കഴിക്കാൻ പോലും ശാന്ത സ്വഭാവം കാണിക്കുന്ന മനുഷ്യന്മാർ, അങ്ങനെ എല്ലാ നിലയിലും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. നല്ല പാട്ടുകൾ, കണ്ണുനീർ താഴ്വരയിൽ അങ്ങനെ പാടുക. അതൊക്കെ നിന്മനമിളകാതെ എന്നൊക്കെ പാടുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടേക്കോ പോകുന്ന നിലയിൽ വളരെ നല്ല ആത്മീയ അന്തരീക്ഷം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ വരുന്നു, ദൈവവചനം ധ്യാനിക്കുന്ന സമയം. വചനം ധ്യാനിക്കാൻ തുടങ്ങി. വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്ത് അങ്ങോട്ട് മറിച്ച് നോക്കി, വായിച്ചു നോക്കി. ഇവർ പറയുന്നതും പുസ്തകത്തിൽ എഴുതുന്നതുമായി നോക്കി നോക്കി വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പുസ്തകം പോകുന്നത് തെക്കോട്ടാണെങ്കിൽ ഇവർ പറയുന്നത് വടക്കോട്ടാണ്. അപ്പോൾ കാര്യം ഇതുമായിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല, പുസ്തകവുമായിട്ട് ഒക്കുന്നില്ല. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നീട് ആരാധനയ്ക്കായി മാർത്തോമയിൽ പോയി, യാക്കോബ പള്ളി പോയി. അങ്ങനെ അവിടെയൊക്കെ പോയപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല, ആളുകളൊക്കെ നല്ല മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷേ പഠിപ്പിക്കുന്നതും പുസ്തകത്തിലുള്ളതുമായിട്ട് നോക്കുമ്പോൾ ചേർന്ന് വരുന്നില്ല, ഒത്തുവരുന്നില്ല. അങ്ങനെ കറങ്ങി CSI ചെന്നു. CSI ചെന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, തമ്മിൽ ഭേദം തൊമ്മൻ. ഒരുവിധം പോയതിൽ ഇത് വലിയ കുഴപ്പമില്ല, തമ്മിൽ ഭേദം തൊമ്മൻ, കൊള്ളാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് 1-2 ആഴ്ച അവിടെ കടന്നുപോയി. അങ്ങനെ പ്രധാനപ്പെട്ട ചില ഉപദേശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠനം വന്നപ്പോൾ മനസ്സിലായി അവിടെയും ചില കാര്യങ്ങൾ ഉടക്കി നിൽക്കുന്നു, മുമ്പോട്ട് പോകുന്നില്ല. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നു നിന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കൂട്ടത്തിലാണ് വന്നു നിന്നത്. ഏത്? പെന്തക്കോസ്. കൊട്ടിപ്പാടി കലവില എന്ന് പറഞ്ഞു ഒരു നാണവും ഇല്ലാതെ, റോഡെന്നില്ല, വീടെന്നില്ല, ചന്തയെന്നില്ല, മാർക്കറ്റെന്നില്ല, ടെറസെന്നില്ല, മുറ്റമൊന്നുമില്ല, എവിടെ ഇരുന്നാലും കൊട്ടിപ്പാടി കലുപുലുപുലുപുലൂന്ന് ബഹളം ഉണ്ടാക്കുന്ന, ആർക്കും ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിൽ കറങ്ങിത്തിരിഞ്ഞ് വന്നത് എല്ലാം മിടുക്കന്മാരായതുകൊണ്ടല്ല, വചനപ്രകാരമുള്ള ഉപദേശം അത് ശരിയായിട്ട് നിലയിൽ പഠിപ്പിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ അനുഭവത്തിൽ നിൽക്കുവാൻ ഇന്നയോളം പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ അങ്ങനെ വേദപുസ്തക പ്രകാരം ദൈവത്തിൻ്റെ സഭ, ദൈവത്തിന് ഭൂമിയിൽ പള്ളിയുണ്ടോ, ഉണ്ടെങ്കിൽ ഏതാണ് ആ സഭ എന്നറിയുവാനായി 2002 മുതൽ ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. കാരണം വേദപുസ്തകമാണല്ലോ ശരി. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്ന 1-2 ചിന്ത പറഞ്ഞാൽ, ഈ ചില ആളുകൾ പറയാറുണ്ട്, ഈ പെന്തിക്കോസുകാർ എന്ത് പറഞ്ഞാലും എന്തെടുത്തോണ്ട് വരും? ബൈബിൾ എടുത്ത്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ, ബൈബിളിലുണ്ടോ, വചനത്തിലുണ്ടോ, ഇവരെന്ത് പറഞ്ഞാലും ഇവരെന്തിനാ ഈ ബൈബിളും പൊക്കിക്കൊണ്ട് വരുന്നതെന്നാണ് ചില ആളുകളുടെ ആക്ഷേപം. ഈ അടുത്ത കാലത്ത് പെന്തക്കോസ്തിനോട് അല്പം വിരോധമുള്ള ഒരു പുരോഹിതൻ, ഒരച്ഛൻ, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ കടമെടുക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പെന്തിക്കോസുകാർ എന്താ പറഞ്ഞാലും എന്തെടുത്തോണ്ട് വരും? ബൈബിൾ എടുത്തുകൊണ്ട് വരും. ബൈബിളുണ്ടോ. എന്നിട്ട് അദ്ദേഹം അല്പ ചിരിയോടെ പറയുകയാണ്, സത്യത്തിൽ ഇവർക്ക് ഈ ബൈബിൾ കൊടുത്തതേ ഞങ്ങളാണ്. അദ്ദേഹം പറയുക, ഈ പെന്തിക്കോസുകാർക്ക് എന്ത് പറഞ്ഞാലും എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഇങ്ങനൊരു ബൈബിൾ ഇവർക്ക് കൊടുത്തത് ഞങ്ങളുടെ സഭാപിതാക്കന്മാരാ അങ്ങോട്ട് കൊടുത്തേ, അതും പൊക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ പരിഹസിക്കാൻ തുടങ്ങി. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോടൊന്ന് പറയുക, പരിസരക്കാരും നാട്ടുകാരും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു പശ്ചാത്തലം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച്. ഈ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ, ക്രൈസ്തവ ജനത്തിൻ്റെ ഇടയിൽ, ഇവിടെ ശ്രദ്ധിക്കണേ, വലിയ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നത്, ക്രൈസ്തവ ജനത്തിൻ്റെ ഇടയിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ആശയക്കുഴപ്പം? പരീശന്മാരുടെ കള്ളയെഴുത്തുകളും മാനുഷിക കൽപ്പനകളും ദുരുപദേശങ്ങളുമെല്ലാം ജനത്തിൻ്റെ ഇടയിൽ വ്യാപകമായി വന്നൊരു കാലഘട്ടം 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ അങ്ങനെ കള്ളയെഴുത്തുകളും മാനുഷിക ഉപദേശങ്ങളും ദുരുപദേശങ്ങളുമെല്ലാം കൂടിക്കലർന്ന് ജനങ്ങൾക്ക്, ക്രൈസ്തവ ജനത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വന്നു. അദ്ദേഹം പറഞ്ഞാണ്, ശ്രദ്ധിക്കണേ, അങ്ങനെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഇതിൽ ശരി ഏതാ, തെറ്റേതാ, ദൈവത്തിൻ്റെ അരുളപ്പാട് ഏതാ, മനുഷ്യൻ്റെ ഉപദേശം ഏതാ, കള്ളയെഴുത്ത് ഏതാ, ദുരുപദേശം ഏതാ എന്നൊക്കെ തിരിച്ചറിയാതെ സാധാരണക്കാരായ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായ സമയത്ത് ഞങ്ങളുടെ സഭാപിതാക്കന്മാർ സുനഹദോസ് വിളിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ചരിത്രപരമായി ശരിയായിരിക്കും, നമുക്ക് അദ്ദേഹത്തെ എതിർക്കാനൊന്നും അല്ല കേട്ടോ ഞാൻ ഈ വാദം പറഞ്ഞത്, അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമാണ്. പുരോഹിതന്മാർ, സഭാ നേതാക്കന്മാർ സുനഹദോസ് കൂടി. എന്തിനാ കൂടിയത്? അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്തിനാ കൂടിയത്? ഇതിൽ മാനുഷിക കൽപ്പനകളും ദുരുപദേശങ്ങളും കള്ളയെഴുത്തുകളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടായി അവതരിപ്പിക്കപ്പെട്ടത് മാത്രം സ്വീകരിക്കപ്പെടേണ്ടതിനും തള്ളേണ്ടത് തള്ളാനും, ശ്രദ്ധിക്കൂ, തള്ളേണ്ടത് തള്ളാനും
കൊള്ളേണ്ടത് കൊള്ളാനും വേണ്ടി സുനകദോസ് കൂടി. അങ്ങനെ ഞങ്ങളുടെ സഭാപിതാക്കന്മാരൊക്കെ സുനകദോസ് കൂടി. തള്ളേണ്ടതെല്ലാം തള്ളേണ്ടതെല്ലാം തള്ളി, കൊള്ളേണ്ടത് മാത്രം ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് പരിശുദ്ധാത്മാവിൽ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടു, ബാക്കിയെല്ലാം തള്ളി. അങ്ങനെ തള്ളേണ്ടത് തള്ളി, കൊള്ളേണ്ടത് മാത്രം എടുത്ത് ഞങ്ങളുടെ സഭാപിതാക്കന്മാർ കുത്തിക്കെട്ടി നിങ്ങൾക്ക് തന്നതാണ് ഇന്ന് നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ ബൈബിള്. കേട്ടോ പെന്തിക്കോസുകാരെ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞപ്പോൾ കുഞ്ഞാടുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവരൊക്കെ കൈയടിച്ചു, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. ഞാനും അതിനോട് ചേർന്ന് കൈയടിക്കുന്നു, അച്ഛൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനോട് ചേർന്നൊരു കാര്യം ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഭാഷയിൽ ഒരു കാര്യം ഉറപ്പാണ്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഇതിൻ്റെ അകത്ത് തള്ളേണ്ടതില്ല, കൊള്ളേണ്ടത് മാത്രമേ ഉള്ളൂ. എത്ര പേർക്ക് പിടി കിട്ടി? അപ്പം ഇനി ഇതിൻ്റെ അകത്ത് എന്തില്ല? ഇനി ഇതിൻ്റെ അകത്ത് തള്ളേണ്ടതൊന്നുമില്ല. സഭാപിതാക്കന്മാരെല്ലാം കൂടെ കൂടിച്ചേർന്ന് പരിശുദ്ധാത്മാവിൽ കൊള്ളേണ്ടത് മാത്രം എടുത്ത് ഇങ്ങോട്ട് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നുമില്ല, കൊള്ളേണ്ടത് മാത്രമേ ഉള്ളൂ എന്നാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് ബോധ്യം വന്നതെങ്കിൽ ഞങ്ങളും പറയുന്നത് അത്രയേ ഉള്ളച്ചോ, കൊള്ളേണ്ടതേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കാൻ പറയുന്നത്. പുസ്തകത്തിൽ ഇല്ലാത്തത് ചെയ്യണ്ടെന്ന് ഞങ്ങളും പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പുസ്തകമാണ് സകലത്തിൻ്റെയും ആധാരം. അപ്പോൾ എന്തുകൊണ്ട് ആളുകൾ ക്രിസ്ത്യാനിയാകുന്നു, എന്തുകൊണ്ട് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു, ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ചേർന്ന് ഇനി ഈ ദേശത്തോട് പറയാൻ പോവുകയാണ്. അപ്പം ചില ആളുകൾ പറയും, നിങ്ങൾ പറഞ്ഞില്ലേലും ഞങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ അറിയാടോ എന്ന് പറയുന്ന ആളുകൾ നാട്ടിൻപുറത്തുണ്ട്. ചില ചേട്ടന്മാർ അവർ പറയും, ഇങ്ങനെയൊക്കെ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് എന്നാ ചേട്ടാന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന് പറയും. ഒരു പന്തൽ നിറയെ അമേരിക്കക്കാരെ കാണണമെങ്കിൽ കണ്ടോ, ഉണ്ടോ? അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി എന്തൊരാക്ഷേപമോ. ഇതിൻ്റെ അകത്തിരിക്കുന്ന പല ആളുകൾക്ക് ഇന്നും സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്തവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ശരിയല്ലേ? നീ പെന്തിക്കോസിൽ തുള്ളാൻ പോയെങ്കിൽ 1 സെൻറ്റ് ഓഹരി തരത്തിലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് ആത്മാവിൽ ആരാധിക്കുന്നവരിൻ്റെ അകത്തുണ്ട്, അല്ലേ? കമ്മലുമാല ഇട്ടുകൊണ്ട് വന്നാൽ വില്ലേജ് ഓഫീസിലെ ആനുകൂല്യം തരാമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോഴാണ് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോയെന്ന്. ഇങ്ങനൊന്നും ഞങ്ങളെ ആക്ഷേപിക്കല്ലേ ചേട്ടാ. പിന്നെ വേറെ ചില ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? അവരിതിനിട്ടിരിക്കുന്ന പേര് മതം മാറ്റമെന്ന്, അല്ലേ? മതം മാറ്റം. അപ്പോൾ ഇന്നാളെ ഒരു പെണ്ണുമ്പിള്ള ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ കുറേ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്, അവർ പറയുകയാണ് 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകൾ മതം മാറ്റുന്നു ഒരു ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ചേച്ചിയോട് പറയുന്നു, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകൾ മതം മാറ്റുന്നെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകരുത്. വളരെ സിമ്പിളല്ലേ? അടിയും വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കഞ്ഞിക്കും പയറിനും ഒരുത്തൻ ഇങ്ങോട്ട് വന്നെങ്കിൽ മുഴുത്ത കോഴിക്കാല് കണ്ടാൽ അവൻ അങ്ങോട്ട് വരികയല്ലേ? തീർച്ചയായിട്ടും വരും. അങ്ങനെ എത്ര എണ്ണം പോയി, ഇനിയും ചിലത് പോകാൻ ഇതിൻ്റെ അകത്തുണ്ട്. പോട്ടെ, ഞങ്ങൾക്കത് പിണക്കൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഈ പൂവമ്മലയ്ക്ക് ഒരു ഓഫർ ഞാൻ എൻ്റെ വക തരാം, റോയ് പാസ് അനുവാദത്തോടെ ഒരു ഓഫർ കൊടുക്കട്ടെ. നിങ്ങൾ മുഴുത്തൊരു കോഴിയോ അല്ലെങ്കിൽ 2 കോഴിയോ അല്ലെങ്കിൽ കറങ്ങുന്ന നരകത്തിലെ കോഴിയോ, അപ്പോൾ ഇതെല്ലാം ഏതെങ്കിലും കൊണ്ടുവന്ന് ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന ഒരു 50 അല്ലെങ്കിൽ ഒരു 75 ആയിക്കോട്ടെ, ഒരു 50 75 കോഴിക്കാല് കാണിച്ച് ഈ പന്തലിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു, പ്രത്യേക ഓഫർ, കൊണ്ടുപോക്കോ. ഒരു പിണക്കവും ഇല്ല, വഴക്കില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താലിന് കൊടി പിടിക്കത്തില്ല, മുണ്ട് മടക്കി കുത്തി തെറി വിളിക്കത്തില്ല. ഒരു പരിപാടിയില്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഇനി 75 അല്ലെങ്കിൽ 100 പേരെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ. അല്ലേ റോജ? ഒരു കുഴപ്പമില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ചെറിയ കൂട്ടം, ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ കഴുത്ത് അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പാറിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചൊരു കൂട്ടം ദൈവ കുഞ്ഞുങ്ങളുണ്ട്. അവരിവിടെ തന്നെ കാണും. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലും മറ്റും പ്രവർത്തിക്കുന്ന പാവപ്പെട്ട അഭിഷിക്തന്മാരെ, സംഘിക്കുട്ടന്മാരെ ഓടി നടന്നിട്ട് വെട്ടിയിട്ടും കത്തിച്ചിട്ടും കുത്തിക്കൊന്നിട്ടുമെന്നും അവർ ഈ പുസ്തകം തള്ളിപ്പറയാതെ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നത് മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ്. ആമേൻ. അതുകൊണ്ട് പരിസരക്കാരോട് ഞാൻ പറയാം, ആക്ഷേപമൊക്കെ ഒന്ന് നിർത്തിയേച്ച്
പറയാനുള്ളതൊന്ന് കേട്ടോ. എന്തുകൊണ്ട് ഷമീർ ക്രിസ്ത്യാനിയായി? എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു? എന്തുകൊണ്ട് പാസ്റ്റർ സുരേഷും സുമേഷും രതീഷും നാരായണനും ഗോപാലും ഗോപാലകൃഷ്ണനും ഒക്കെ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് എല്ലാവരും യേശുവിൻ്റെ പിന്നാലെ പോകുന്നു? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 2002 ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. വായിക്കും തോറും ഈ പുസ്തകം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അഭിമാനം തോന്നിയെന്ന് ഇന്ന് രാത്രി പൂവന്മലയോട് പറയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ചോദിക്കാം, എടോ ഷമീറെ, താങ്കൾക്ക് അത്രയും പ്രത്യേകത തോന്നാൻ എന്താ ഈ പുസ്തകത്തിലുള്ളത്? ഈ പുസ്തകത്തിനേ പ്രത്യേകത ഉള്ളൂ. ഈ പുസ്തകത്തിന് മാത്രമേ പ്രത്യേകതയുള്ളൂ. അത് പറയാൻ വെളുക്കം വരെ പറയാനുള്ള പ്രത്യേകതകൾ ഈ പുസ്തകത്തിനുണ്ട്. സമയപരിമിതി കൊണ്ട് പ്രധാനപ്പെട്ട 1-2 മുഖവുരയായി പറഞ്ഞു വിടാം. ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ ഷമീർ അബ്ദുൽ സലാമിനെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും, ഒരൊറ്റ പേപ്പറിൽ പോലും, ഒരു ഭാഗത്ത് പോലും ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം പലതവണ വായിച്ചു തീർത്തിട്ടും ഏതെങ്കിലും ഒരു പേജിൽ, ഏതെങ്കിലും ഒരു പേപ്പറിൽ ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല, മതം സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നില്ല, മതം മാറ്റാൻ പഠിപ്പിക്കുന്നില്ല, മതത്തിൽ ചേർക്കാൻ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ മതമെന്ന് പറയുന്നത് ഒന്നും പഠിപ്പിക്കാത്തൊരു പുസ്തകമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ. മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ചെറുപ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ കടത്തിവിട്ട എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചത് മുഴുവൻ മതമാണ്. മതത്തിനു വേണ്ടിയാകണം, മതത്തിനു വേണ്ടി ജീവിക്കണം, മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റതള്ള പോലും മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് രാത്രി വിശുദ്ധ ബൈബിൾ പ്രസംഗിക്കുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും, മതത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തൊരു പുസ്തകത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങളിവിടെ വിളംബരം ചെയ്യുന്നത്. 2, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നും, ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഇന്ന് പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്തതൊന്നും ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കത്തതുമില്ല. സകല വിഷയങ്ങളും പ്രവചനാത്മാവിൽ എഴുതപ്പെട്ട പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. 3, ഈ പുസ്തകം ചുമക്കുവാൻ പ്രേരിപ്പിച്ച മൂന്നാമത്തെ ഘടകം, ഈ പുസ്തകം ഒരു പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭം കുറിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് വളരെ മനോഹരമായി അടുക്കടുക്കായി പറഞ്ഞു തന്നിട്ട് അവസാനിക്കുന്ന പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഒരിടത്ത് ചക്കെന്നും വേറൊരിടത്ത് കൊക്കെന്നും എഴുതിയിരിക്കുന്ന പുസ്തകമല്ല. ഒരിടത്തൊരു വാക്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇണവാക്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അടുക്കും ചിട്ടയോടെ എഴുതപ്പെട്ട പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അങ്ങനെ 2002 ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. എന്താണ് വായിച്ചത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാൻ തുടങ്ങി. തുടർന്ന് ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചിട്ട് അനന്തരം ഈ പുസ്തകത്തിലെ സൃഷ്ടാവായ ദൈവം, പടച്ചവൻ, ഈശ്വരൻ ദൈവം ഇങ്ങനെ പറഞ്ഞു, അനന്തരം നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ശ്രദ്ധിക്കൂ, കന്നുകാലി ഉണ്ടാകട്ടെ, പറവജാതി ഉണ്ടാകട്ടെ, മൃഗജാതി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ ദൈവം ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ? നാം ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ പടച്ചവൻ ഈശ്വരൻ ദൈവം തൻ്റെ സ്വന്തം കരങ്ങളാൽ നിലത്തെ മണ്ണ് കൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു എന്ന് കാണുന്നു. മനുഷ്യരൂപം നിർമ്മിച്ചു. എന്നിട്ടോ അവൻ്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എന്ന് ഞാൻ പുസ്തകത്തിൽ കണ്ടു. അപ്പോൾ മനുഷ്യനെ മാത്രം പ്രത്യേകത ഉള്ളവനായി സൃഷ്ടിച്ചു. എന്ത് പ്രത്യേകത? കന്നുകാലിക്കും ഇടജാതിക്കും മൃഗജാതിക്കും പറവജാതിക്കും ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യന് നൽകി, മനുഷ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ പ്രത്യേകതയാണ് സൃഷ്ടാവിങ്കിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനിലേക്ക് നൽകപ്പെട്ട വിലപ്പെട്ട ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവുള്ളവനായി സൃഷ്ടാവ് സൃഷ്ടിച്ച ഏക സൃഷ്ടി മനുഷ്യനാണ്. അതുകൊണ്ട് പ്രസംഗകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അതേ, മനുഷ്യൻ മരിക്കും, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവോ അതിനെ നൽകിയ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് തിരികെ പോകണം. അപ്പോൾ ആത്മാവിനെ നൽകിയ ദൈവമാണ്. ആത്മാവുള്ളവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. 2015 ഡിസംബറിൽ അന്നത്തെ പോപ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മൃഗങ്ങൾക്കും ആത്മാവുണ്ട് എന്ന് മാർപ്പാപ്പ. ഞാനത് വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ച്.
കാരണം വിവരക്കേട് പറയുന്നതിന് വല്ല ബോധം വേണ്ടേ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കോഴിക്കച്ചവടം നടത്തുന്നവൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ കൊന്ന കോഴിയുടെ ആത്മാവെല്ലാം കൂടെ ഇവനെ കൊത്തിപ്പറിക്കത്തില്ല മേപ്പോട്ട് ചെല്ലുമ്പോൾ. എന്നെ വിരോധാഭാസമായി പറയുന്നു. വേദപുസ്തകം പറയുന്നു ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പൂവന്മലയിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുന്നു, അനീഷ് കാവാലൻ ഷമീർ കൊല്ലം പ്രസംഗിക്കുന്നു എന്നൊക്കെ ഈ നാട്ടിലെ മൃഗങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല. ആണോ? അറിയാഞ്ഞിട്ടാണോ? വഴിയെ ഇവർ ഫ്ലെക്സും ബാനർ നോട്ടീസൊക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വഴിയെ നടന്നുപോയ പട്ടി തലപൊക്കി നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ലം അനീഷ് കാവാൽ. അതിന് പട്ടി അതിൻ്റെ പാട്ടിന് പോയി അല്ലേ? കാക്ക പറന്ന് വന്ന ഫ്ലെക്സിലിരുന്ന് കുനിഞ്ഞു നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ലം. കാക്കയ്ക്കെന്നാ കാക്ക അതിൻ്റെ പാട്ടിന് പോയി. അങ്ങനെ കാക്ക കണ്ടു, പൂച്ച കണ്ട്, ആട് കണ്ടു, മാട് കണ്ടു, പശു കണ്ടു, എരുമ തലപൊക്കി നോക്കി ബാനർ സുവിശേഷ യോഗം ഷമീർ കൊല്ലം. എരുമയും പോയി. ചില എരുമയാണെങ്കിൽ അത് കടിച്ച് കീറും, ചില എരുമകൾ അങ്ങനെ കീറും അല്ലേ? അതിനോട് പറയാൻ പറ്റും എരുമ ഞങ്ങളുടെ യോഗമാണ് എരുമ കീറൽ. ചില എരുമകൾ അങ്ങനെ കീറും. എന്നാൽ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ എരുമകൾ ആരും കസേര ഇരുന്നോ? ഇല്ല. തെങ്ങിനകത്ത് കൂട് കൂട്ടിയിരിക്കുന്ന കാക്ക ഇപ്പോൾ പറന്നു വന്നാൽ ഇച്ചിരി നേരം കേട്ടേച്ച് പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നില്ല. അന്നേ അറിയാഞ്ഞിട്ടല്ല. ദേഹമുണ്ട്, ആത്മാവില്ല. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യന്മാർ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത്. ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആരും എടി രമണി വീട്ടിലെ പട്ടി ചത്തു, അടുത്ത ആഴ്ച 16 അടി രൂപ ഇഡലി തിന്നാൻ പറഞ്ഞെന്ന് വിളിക്കാത്തത്. ക്രിസ്ത്യാനി വിളിക്കാറുണ്ടോ? പശു ചത്തു, അതിന് അടുത്ത ആഴ്ച പാട്ട് കുർബാനയ്ക്ക് അച്ഛനൊക്കെ വരുന്നുണ്ട്, നിങ്ങളും പറഞ്ഞെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടോ? എരുമ മരിച്ചു 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും ബിരിയാണി അടിക്കാൻ പറഞ്ഞെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മൃഗങ്ങൾ മരിച്ചാൽ കുഴിച്ചിട്ട് അവിടെ തീർന്നു. മനുഷ്യൻ മരിച്ചാൽ ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന തുടങ്ങി ഒത്തിരി ക്രിയകൾ ശേഷിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ അകത്ത് വിലപ്പെട്ട ആത്മാവുണ്ടെന്ന് മനുഷ്യന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ കർമ്മക്രിയാദികളൊക്കെ ശേഷിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു വളരെ കൃത്യമായി, ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനോഹരം. വീണ്ടും വായിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് പെന്തിക്കോസുകാരല്ല, റോയി പാസ്റ്ററല്ല, ഞങ്ങൾ ആരുമല്ല പറഞ്ഞത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറഞ്ഞു ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കരുത്, പ്രശ്നമാണ്, നാശകോടാലി ഉണ്ടാകും, ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ തലയെ ചവിട്ടിക്കൊണ്ട് ഇവിടെ ചില അണ്ണന്മാർ പറയുന്നു അല്ല കെട്ടണ്ടെന്നാണ്. അപ്പോൾ ദൈവത്തെക്കാളും വലിയവന്മാർ പറയുന്നതിൽ നമുക്കൊന്നും പറയാനില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നല്ലതല്ല, പ്രശ്നമാണ്. അതുകൊണ്ട് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ബൈബിളിൽ കണ്ടു. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഉലകത്തിലെ ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് പറ ആദം, പെണ്ണിൻ്റെ പേര് ഔവ അല്ലേ? വളരെ മനോഹരമായിരിക്കുന്നു. ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് ആദം, പെണ്ണിൻ്റെ പേര് ഔവ. അപ്പോൾ ചോദിക്കും കല്യാണം നടന്ന ആഡിറ്റോറിയം ചോദിച്ചാൽ ഏതാണ് ആഡിറ്റോറിയം? നടത്തിയ ഉപദേശി ആരാന്ന് ചോദിച്ചാൽ യഹോവയായ ദൈവം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ കൂടെ 2 ദൈവം, ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഔവ, ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ലല്ലോ. പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മനോഹരം. വായിച്ചു, കുഴപ്പമൊന്നുമില്ല, വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, കുടുംബജീവിതം സ്ഥാപിച്ചു, സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പം വേറെ ആരെങ്കിലും പറയുകയാണ് ഒരു വാദത്തിന് വേണ്ടി, നിങ്ങളുടെ ദൈവം പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം ഔവ, ആദ്യമായിട്ട് പിന്നെ കല്യാണം ഉണ്ടാക്കി ഇല്ലേ? ചെറുക്കൻ്റെ പേര് ആദം, പെണ്ണിൻ്റെ പേര് ഔവ. അതിനൊക്കെ 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം ഒരു കല്യാണം നടത്തിയായിരുന്നു. ആ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പേരൊന്ന് പറ, വാ നമുക്ക് അന്വേഷിക്കാമെന്ന്. എന്നാ പിണക്കം? ഏത് മതവിഭാഗക്കാരനോട് ആദ്യത്തെ മനുഷ്യരാരാന്ന് ചോദിച്ചാലും അവൻ പറയുന്ന 2 പേരെ ഇന്ന് വരെ കേട്ടിട്ടുള്ളൂ, ആദം ഓവയും. അത് പറഞ്ഞത് ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിന് 6 മാസം മുമ്പേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് പരിശോധിക്കായിരുന്നു. പക്ഷേ ഈ പുസ്തകം പറഞ്ഞ് ഒരു 600-610 വർഷം കഴിഞ്ഞപ്പം വേറൊരു പുസ്തകം പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഇതെടുത്തത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി കുടുംബജീവിതം നടത്തി അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. മനോഹരം. പിന്നെ എവിടെയാണ് പ്രശ്നത്തിൻ്റെ തുടക്കം? ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി. പ്രശ്നത്തിൻ്റെ തുടക്കം സൃഷ്ടാവായ ദൈവത്തിങ്കിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യരെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തവനാണ് പ്രശ്നം. ആരാണ്? ഇരുട്ടിൻ്റെ ആത്മാവ്, പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ മനുഷ്യൻ വിവിധ നാമകരണങ്ങളിൽ സംബോധന ചെയ്യുന്നവൻ പിശാച്. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ 1-2 വാക്കുകൾ പറയണം. അവനെക്കുറിച്ച് വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളും പിശാചുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നമുക്ക് ബന്ധം ദൈവവുമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ദൈവമക്കളുടെ മുമ്പിൽ ബന്ധനം എന്ന് പറയുന്ന ഇവനെ പട്ടന്മാരെയൊക്കെ കാണുമ്പോൾ ഇവനെയൊക്കെ പിടിച്ച് ഞാനൊന്നും പറയുന്നില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ബന്ധനമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്കൊരു ബന്ധനവും ഇല്ല. വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തെ ഭയപ്പെടുവിൻ, ദൈവത്തോട് അടുത്തിരിപ്പിൻ. ഇങ്ങനെ ബൈബിള് പറയും. പക്ഷേ നമ്മുടെ ആളുകൾ മുഴുവൻ നേരെ തിരിച്ചായിപ്പം. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ല. പിശാചെന്ന് കേട്ടാൽ പേടി. ഈ പിശാച് ഉള്ളതുകൊണ്ടാണ് ഇവിടെ പല ഭാഷമാരും ജീവിച്ചു പോകുന്നത്. ഇല്ലെങ്കിൽ പട്ടിണിയാണ്. കാര്യം ഇവൻ്റെ പേര് പറഞ്ഞാൽ ഈ പേടിപ്പിക്കുന്നത്.
രക്ഷിക്കപ്പെട്ടവർ പേടിക്കണ്ട, അല്ലാത്തവർ പേടിച്ചോട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്ക് ദൈവവുമായിട്ടാണ് ബന്ധം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളം കരത്തിൽ നമ്മളെ വെച്ചിരിക്കുക. ഈ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് മേലെ ആയിരിക്കണം. അങ്ങനെ ഒന്നില്ല. അവനെ പരാജയപ്പെടുത്തി പാതാളം എന്നതിൻ്റെ ജയം എവിടെ, മരണം എന്നതിൻ്റെ വിഷമുള്ള എവിടെ നിന്ന് വെല്ലുവിളിച്ച് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രഖ്യാപിച്ചവൻ്റെ മക്കളെന്ന പദവിയിലാണ് രക്ഷിക്കപ്പെട്ടവനിരിക്കുന്നത്. അല്ല, മൊത്തം നാട്ടുകാർക്ക് പറഞ്ഞു പോയ ഒക്കത്തില്ല, ഇടയ്ക്ക് ഞങ്ങൾക്കും വേണ്ടേ. അതുകൊണ്ട് ഞാൻ രസകരമായ ഒരു ചിന്ത പറയാൻ ആ ഭാഗമുണ്ട്. ഒരു അല്പം രസമുള്ളൊരു ചിന്ത പറയാം. പിന്നെ റോയിച്ചാനും മക്കളുണ്ടോ? ഉണ്ട്. മോനോ മോളോ? ഇളയത് മോൻ്റെ പേരെന്താ? ഫിൻറോയിൽ. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാം, ഇത് പ്രവചനമൊന്നുമല്ല, ഉദാഹരണത്തിന് വേണ്ടി പറയുക. ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഫിൻറോ എന്ന് പറഞ്ഞ മോനുണ്ട്, റോയ് എന്ന് പറഞ്ഞ അപ്പനുണ്ട്. തൽക്കാലം പാസ്റ്ററും മോനും എന്നൊക്കെ ഉള്ളത് നമുക്ക് അങ്ങ് വിടാം. ഒരു അപ്പനും മോനും ഉണ്ട്. ശ്രദ്ധിച്ചേ, നിങ്ങളെന്നെ ശ്രദ്ധിച്ചേ. അപ്പം ഈ അപ്പനും മോനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പനും മോനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്ര നല്ല ബന്ധം അപ്പനും മോനും. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്തെന്നറിയാം? ഈ റോയ് എന്ന് പറയുന്ന ഈ അപ്പൻ ഈ ഫിൻറോ എന്ന് പറഞ്ഞ മോനോട് ഒന്നും മിണ്ടൂല. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒന്നും മിണ്ടൂല. ഈ പുള്ളി ഒന്നും മിണ്ടൂല. ആ മോനോട് ഒന്നും മിണ്ടൂല, ഒന്നും പറയൂല. അങ്ങനെ മിണ്ടാതെ വീണ് ഇരിക്കുക. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് മോനെ യൗവന പ്രായത്തിലെത്തിയപ്പോൾ മോൻ്റെ മനസ്സിലൊരു ചിന്ത, ഒരു ബൈക്ക് മേടിച്ചാൽ കൊള്ളാം. നിങ്ങൾ ശ്രദ്ധിക്കണേ. മോനൊരു ചിന്ത, ഒരു ബൈക്ക് മേടിച്ചാൽ കൊള്ളാം. അപ്പം ഈ അപ്പനോട് എനിക്കൊരു ബൈക്ക് മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അപ്പൻ എന്ത് ചെയ്യില്ല, മിണ്ടൂല. അങ്ങനെ ഫിൻറോ ഇങ്ങനെ ആകെപ്പാട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധി അടിച്ചിരിക്കുമ്പോൾ ഫിൻറോ നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻ ചേട്ടൻ അവിടെ നിൽക്കുന്നു. ഉടനെ ഫിൻറോ ചെന്നിട്ട് ചന്ദ്രൻ ചേട്ടനോട്, ചന്ദ്രേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാടാ മോനെ? പിന്നെ എനിക്കൊരു ബൈക്ക് മേടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് ചന്ദ്രേട്ടാ. പക്ഷേ ഈ അപ്പനത് മേടിച്ച് തരുമോ ഇല്ലയോ എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. അപ്പം ചന്ദ്രേട്ടനൊരു കാര്യം ചെയ്യണം, എനിക്ക് ബൈക്ക് മേടിച്ച് തരാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് എൻ്റെ പപ്പായോടൊന്ന് ചോദിക്കണം. ഉടനെ ചന്ദ്രേട്ടൻ പറഞ്ഞു, ഓക്കെ, നീ അല്പം വെയിറ്റ് ചെയ്യ്, നമുക്ക് ചോദിക്കാം. ചന്ദ്രേട്ടൻ നേരെ റോയിച്ചാൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറയണം, റോയിച്ചാ, മോനൊരു ബൈക്ക് മേടിച്ചാൽ കൊള്ളാമെന്ന് അവൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ട്. അപ്പോൾ അവന് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഉടനെ റോയിച്ചാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇച്ചിരി മോശം, ഒരു കാര്യം ചെയ്യാം, ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കാം. അങ്ങനെ ചന്ദ്രേട്ടൻ തിരിച്ച് വീണ്ടും ഫിൻറോ അടുക്ക് വന്നിട്ട് പറയാം, മോനെ, ബൈക്കിൻ്റെ വിഷയത്തിൽ ഡിസംബറോടൊരു വിടുതൽ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. ഏറെക്കുറെ മനസ്സിലായി. സ്വന്തം അപ്പൻ മോനോട് പറയൂല. അപ്പന് മോനെക്കുറിച്ചുള്ള ഹിതമറിയാൻ മോൻ ചന്ദ്രേട്ടനെ തപ്പി നടക്കുക. അങ്ങനെ ഇപ്പം നമ്മളും പവർ വിഷനിൽ കാണുന്ന ചന്ദ്രേട്ടന്മാരെ തപ്പി നടക്കുക, അപ്പൻ എന്നെക്കുറിച്ചുള്ള ഹിതമറിയാൻ. ഇപ്പോൾ പിടി കിട്ടി ഏകദേശം. അത്രയും പിടി കിട്ടിയല്ലോ, അത് മതി. സ്വന്തം അപ്പൻ പ്രാർത്ഥനാ മുറിയിൽ ഇടപെടൂല, ഒന്നും മിണ്ടൂല. അപ്പന് എന്നെക്കുറിച്ചുള്ള ഹിതം അറിയണമെങ്കിൽ പവർ വിഷനിലെ ചന്ദ്രേട്ടനെ തപ്പി വിളിച്ചിട്ട് നടക്കുക. അപ്പോൾ ചന്ദ്രേട്ടൻ പറയും, ഡിസംബർ മാസത്തോടൊരു വിടുതൽ. കാര്യം അപ്പം മിണ്ടൂലല്ലോ. നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിൻ്റെ ദൈവം നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ, ഒന്ന് കേട്ടോ, പെന്തിക്കോസുകാർക്ക് ഇടയ്ക്കൊന്ന് പറയണോ, അതുകൊണ്ട് പറയാം, ഇല്ലെങ്കിൽ നീ ഓർത്തോണം, കാര്യമായ എന്തോ തകരാറ് നീയും അപ്പനും തമ്മിലുണ്ട്. അതാ മിണ്ടാത്തെ. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? കാരണം വേദപുസ്തകം പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തെങ്കിൽ അടുത്ത് വരുവാൻ അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെയും അവൻ നമുക്ക് തന്നു. ഈ പുത്രത്വം ലഭിക്കാത്തവരോട് ചന്ദ്രേട്ടന്മാർ പോയി പറഞ്ഞോട്ടെ, അതിനെതിർപ്പൊന്നുമില്ല. ഈ പുത്രത്വം ലഭിച്ചവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി സംസാരിക്കുന്നൊരപ്പനെയാണ് ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് ഈ ബൈബിൾ കോളേജൊന്നും പോയി പഠിക്കാനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയാൽ ഞാൻ പഠിക്കും, കാര്യം എനിക്ക് ആശയമുണ്ട്. കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു പാസ്റ്ററെ സമീപിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ബൈബിൾ കോളേജിൽ പഠിക്കണം. പുള്ളി പറഞ്ഞു, ഇനി ദയവായിട്ട് പോയല്ലേ പഠിക്കാനെന്ന് പറഞ്ഞു. ഞാൻ എന്താ, നിങ്ങൾ അവിടെ പോയ അടി ഉണ്ടാക്കിയിട്ട് വരേണ്ടി വരുമെന്ന് പറഞ്ഞു. അതെന്താന്ന്, അല്ല അവർ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യും, ഇപ്പോൾ പിന്നെ പ്രശ്നമാവും, അതുകൊണ്ട് പഠിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പഠിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ വിഷയം. ആമേൻ. ഒരു ഡിഗ്രിയും പറയാനില്ലാതിരുന്നിട്ടും, ഒരു മേന്മയും പറയാതില്ലാതിരുന്നിട്ടും, പാരമ്പര്യം ഒട്ടുമില്ലാഞ്ഞിട്ടും ഈ പുസ്തകം എടുത്ത് നിന്നുകൊണ്ട് ഈ പുസ്തകം ജനത്തോട് പ്രസംഗിക്കണമെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് കഴിഞ്ഞ 22 വർഷമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം ചുമന്നുകൊണ്ട് ഇന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? അതിന് വാതിലടച്ചിട്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവുമായി സംസാരിക്കാൻ അല്പനേരം ഇരിക്കണം. നമുക്കതിന് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ ചന്ദ്രേട്ടന്മാരെ തപ്പി നടക്കുക.
പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുക. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു പോയിക്കൊണ്ടിരുന്ന ജനത്തെ സൃഷ്ടാവിൽ നിന്ന് അകറ്റുവാൻ രംഗപ്രവേശനം ചെയ്തവനാണ് പിശാചെന്ന് ഞാൻ പറഞ്ഞു. അവനെ വർണ്ണിക്കേണ്ട കാര്യമില്ല, രണ്ട് വാക്കി പറയാം. ഈ പിശാചെന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ചിന്ത പണ്ട് ഒനിഡ TV പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലയനെ പോലെ കണ്ണും തള്ളി കൊമ്പം വെച്ച് പല്ലു ഉന്തി ഇളിച്ചുകൊണ്ട് വരുന്ന ഒരു മൊട്ടത്തലയൻ ഒരു മാനുഷിക രൂപമാണെന്നാണ് പലരുടെയും ചിന്ത. എന്നാൽ വേദപുസ്തകം പിശാചിനെക്കുറിച്ച് പറയുന്ന പ്രയോഗം അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല, മറിച്ച് ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനൊരു ആത്മാവാണ്, ഈവിൾ സ്പിരിറ്റ്, ഇരുട്ടിൻ്റെ ആത്മാവ്. എന്നാൽ അവന് പ്രവർത്തിക്കാൻ എല്ലാ കാലത്തും ശരീരങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മനുഷ്യനായാലും മൃഗമായാലും പുള്ളിക്ക് പടക്കമില്ല. അതിൻ്റെ തെളിവാണ് ഉൽപ്പത്തിയിലെ പാമ്പ്, ഗദരദേശത്ത് പന്നി, ആ കല്ലറയ്ക്കൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മേൽ കയറി യേശു ശാസിച്ചപ്പോൾ പന്നിക്കൂട്ടത്തിൽ കയറി. അങ്ങനെ മനുഷ്യനായാലും മൃഗമായാലും ഇവൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്, ഇരുട്ടിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും പറയുമ്പോൾ ചില ആളുകൾക്കൊരു ചോദ്യം വരും. ഉപദേശി കുറച്ച് മുമ്പ് പറഞ്ഞു ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം, ആകെ കൂടെ രണ്ട് മനുഷ്യൻ, ആദം ഹവ്വ, ഇതിൻ്റെ ഇടയ്ക്ക് പിശാച് എവിടുന്ന് വന്നു എന്നൊക്കെയുള്ള ചോദ്യം വരും. അതൊന്നും വിവരിക്കാൻ സമയം പോരാ. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പുറകോട്ട് ചരിത്രം പഠിക്കുമ്പോൾ ദൂതസംഘത്തെ സൃഷ്ടിച്ച ദൈവം, ദൂതസംഘത്തിൽ ഒരുത്തൻ കസേര മോഹിച്ചു. എന്നെങ്കിലും ആ കസേര ഞാനും ഒന്നിരിക്കും, അന്ന് ഈ കിട്ടുന്ന ആരാധനയും മഹത്വമൊക്കെ എനിക്ക് കിട്ടും എന്ന് ഇവൻ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു. കസേര മോഹിച്ചവനെ ദൈവം വെട്ടി താഴെയിട്ടു. തുടങ്ങിയതാണ് പുറകോട്ട് പറയാനുള്ളത്. അന്ന് തുടങ്ങിയതാണ് കസേരയ്ക്കടി, ഇന്നും തീർന്നിട്ടില്ല. അപ്പം കസേര മോഹിക്കുന്നവൻ്റെ അകത്തെല്ലാം ഇവൻ്റെ ആത്മാവാണ് ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? അധികാരമോഹം, ലൂസിഫറിൻ്റെ ആത്മാവ്, അത് ഇന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഇവനെ വെട്ടി താഴെയിട്ടു. അങ്ങനെ ഈ ഇരുട്ടിൻ്റെ ആത്മാവ് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയാൻ അന്ന് തുടങ്ങി എല്ലാ കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഒരു ഡേറ്റ് അവന് വെച്ചിട്ടുണ്ട്, തീർക്കാൻ ആളും വരുന്നുണ്ട്, അതുവരെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിക്കളയുവാൻ അവൻ തിരഞ്ഞെടുത്ത ഒരു സൃഷ്ടിയാണ് ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. ഇപ്പം പാമ്പ് ദൈവം സൃഷ്ടിച്ച ഒരു കാട്ടുജന്തുവാണ്. അതിന് കൗശല ബുദ്ധി കൊടുത്തത് ദൈവമാണ്. പക്ഷേ ആ കൗശല ബുദ്ധി ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുത്തു? ഈ ഇരുട്ടിൻ്റെ ആത്മാവിന് വിട്ടുകൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ദൈവം കുഞ്ഞുങ്ങൾക്ക് നല്ല താലന്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ താലന്ത് രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, അത് തന്ന ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ദൈവം മഹത്വപ്പെടും, അല്ലെങ്കിൽ ഇരുട്ടിന് വേണ്ടി ഉപയോഗിച്ചാൽ ഫ്ലാറ്റും കാറും കിട്ടും. മനസ്സിലായില്ല? മക്കൾക്ക് പാടാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്ന ദൈവത്തിന് വേണ്ടി പാടണം. ഫ്ലാറ്റിനും കാറിനും കിട്ടാൻ വേണ്ടി കൊച്ചുങ്ങളെ വൈറലാക്കാൻ പാടുപെടുന്ന പെന്തിക്കോസുകാർ അമ്മമാരോടും കൂടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ദൈവം താലന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്ന ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. കൗശലം ബുദ്ധിയോടെ പാമ്പിനെ സൃഷ്ടിച്ചവൻ സൃഷ്ടാവാണ്. എന്നാൽ ആ കൗശലം ആർക്ക് വിട്ടുകൊടുത്തു? ഇരുട്ടിൻ്റെ ആത്മാവിന് വിട്ടുകൊടുത്തു. തോട്ടത്തിൽ നിൽക്കുന്ന മണവാട്ടിയായ ഹൗവാമ്മച്ചിയോട് കൊച്ചുവർത്താനം പറയാനായിട്ട് ഇരുട്ടിൻ്റെ ആത്മാവ് പാമ്പിലൂടെ തോട്ടത്തിലേക്ക് വരുന്നു. കാട്ടുജന്തു തോട്ടത്തിൽ കയറി. ഇതൊക്കെ ഇച്ചിരി മർമ്മമാണ്. തോട്ടം എന്താണെന്ന് പഠിക്കണം. ഉത്തമഗീതം 4:12 എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം, ദൈവസഭയാകുന്ന തോട്ടം. മണവാട്ടിക്ക് നിഴൽ ഹൗവ, ഇടയന് നിഴൽ ആദാം. ആദാമിന് 2 ഡ്യൂട്ടി, തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. ഇന്നും ഇടയന്മാർക്ക് 2 ഡ്യൂട്ടി, വേല ചെയ്യണം, കാക്കണം. ഇതൊക്കെ ഇന്നും നടക്കുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചൊരു പരാജയം പൗലോസ് കൊരിന്തു സഭയോട് ഇനി സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണമെന്ന് എടുത്തെഴുതി വെച്ചു. അതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല, ഇതൊക്കെ അകത്ത വിഷയമാണ്. എന്താ? തോട്ടത്തിൽ നിൽക്കുന്ന മണവാട്ടിയെ വഞ്ചിക്കാൻ ഉപായത്താൽ അകത്ത് കയറിയവനെക്കുറിച്ച്. അപ്പോഴൊരു ചോദ്യം വരും, ഈ കാട്ടുജന്തുവായിരുന്ന പാമ്പ് കാട്ടിൽ കിടന്നവൻ ഇപ്പോൾ തോട്ടത്തിൽ കയറി അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞപ്പോൾ കാവൽക്കാരൻ എവിടെ പോയി? ചോദ്യമല്ലേ? തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണമെന്നല്ലേ പറഞ്ഞത്? കാവൽക്കാരൻ ഇവിടെ പോയി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ദൈവദാസന്മാർ ഉറപ്പിച്ചോണം, കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുവും തോട്ടത്തിൽ കയറും, മണവാട്ടിയെ വഞ്ചിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ദൈവദാസന്മാരോട് ഞാൻ പറയാം, കാവൽക്കാർ സ്ട്രോങ് ആയിരിക്കണം, ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു ആണത്വത്തിൻ്റെ വാക്കുണ്ട്, ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു തൻ്റെ ഇടത്തിൻ്റെ വാക്കുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന കാലം വരെ ഇമാതിരി ക്ഷുദ്രജീവികളൊന്നും ഇതിൻ്റെ അകത്ത് കയറത്തില്ല. അങ്ങനൊരു തീരുമാനം ഓരോ പാസ്റ്റർമാരും എടുത്തിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭ അനുഭവിക്കുന്ന ഈ ദുരിതത്തിലേക്ക് പോകത്തില്ലായിരുന്നു. ഓരോ പാസ്റ്റർമാർക്കും തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം, ഞാനിവിടെ ചാർജ് ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റുകയില്ല. ഞാൻ പോയ ശേഷം നിങ്ങൾ ആരെ വിളിക്കുകയോ തുള്ളിക്കുകയോ ചെയ്തോ, പക്ഷെ ഞാനിരിക്കുന്ന കാലം വരെ നടക്കത്തില്ലെന്ന് പറയാനുള്ള ആംബിയർ ഓരോ പാസ്റ്റർമാർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ക്ഷുദ്രജീവികൾ ദൈവസഭയെ തകർക്കാൻ ഇതിൻ്റെ അകത്ത് കയറത്തില്ലായിരുന്നു ദൈവദാസന്മാരെ. പക്ഷേ ഇതൊന്നും പറയാൻ പറ്റുകയില്ല. എങ്ങനെ പറയും? പാസ്റ്റർ എന്ത് പ്രസംഗിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് കമ്മിറ്റിയല്ലേ.
പാസ്റ്റർ ഏത് ഉടുപ്പിടണമെന്നും ഈ ഗുണപ്പെടാത്തവന്മാരാണ് ചിന്തിക്കുന്നത്. ഇവന്മാർ തീരുമാനിക്കണം. കുറേ എണ്ണം ജഡീകന്മാർ കമ്മിറ്റി എന്ന് പറഞ്ഞ് കയറി ഇരിപ്പുണ്ട്. സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരുന്നോണം. അങ്ങനത്തെ സഭയാണ് ബൈബിളിലുള്ളത്. 2 പ്രയോഗം തെളിവായി തരാം. 1, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെന്ന എഴുത്ത്, അങ്ങനല്ലേ? അപ്പോൾ ശുശ്രൂഷകൻ ആരായിരിക്കണം? മൂപ്പൻ ആരായിരിക്കണം? നന്നായി ഭരിക്കുന്നവൻ. അടുത്തത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം എന്നല്ലേ എഴുത്ത്. അപ്പോൾ 2 ചിന്ത. 1, മൂപ്പൻ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. സഭ ശുശ്രൂഷകന് അതിനൊക്കെ TPMകാരെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ഡോക്ടറാട്ടെ, എഞ്ചിനീയറാട്ടെ, ജഡ്ജി ആട്ടെ, വക്കീലാട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഐ ആം ഡോക്ടറാണ്. വല്ല ക്ലിനിക്കിലും പോയിടോ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? അതൊക്കെ കണ്ടുപഠിക്കണം. മനസ്സിലാവുന്നുണ്ട്? എന്നെ ആരും മിണ്ടുന്നില്ല. അവിടെ ഈ കളിയൊന്നും നടക്കുകയില്ല. നല്ലതെന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭ ശുശ്രൂഷന് കീഴടങ്ങിയിരിക്കണം. ബാക്കി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം, വിഷയം മാറരുതല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ ഈ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സുട്ടിയായ മനുഷ്യനെ അകറ്റിക്കളയാൻ കാട്ടുജന്തു തോട്ടത്തിൽ കയറി അമ്മച്ചോട് കൊച്ചു വർത്താനം തുടങ്ങി. എന്താണ് അവൻ പ്രയോഗിച്ച ഉപായം? ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുകയാണ് എല്ലാ കാലത്തും പിശാചിൻ്റെ തന്ത്രം. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് ഹിതമില്ലാത്തത് മനുഷ്യവർഗത്തെ കൊണ്ട് ചെയ്യിക്കുക. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുവാനായി ഹവ്വായെ സമീപിച്ചു ഇരുട്ടിൻ്റെ ആത്മാവ്. ചോദിച്ചു, കൊച്ചു വർത്താനങ്ങളൊക്കെ, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ദൈവം? നല്ലവൻ, വല്ലവൻ, പരിശുദ്ധൻ, ഓ മഹാദൈവം, എങ്ങനെ എത്ര എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഞങ്ങളുടെ അടുക്ക വരും, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, ഈ കാണുന്നതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു, അങ്ങനെ എല്ലാ നിലയിലും മനോഹരം. അപ്പോൾ ഇവൻ ചോദിച്ചു, ഈ തോട്ടത്തിലുള്ളതെല്ലാം നിങ്ങൾക്കാണോ? അത് ഇതെല്ലാം ഞങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലമോ? അയ്യോ, അത് മാത്രം കഴിക്കരുത്, തൊടരുത് എന്നൊക്കെ അമ്മച്ചി അങ്ങോട്ട് കയറ്റി പറഞ്ഞു നോക്കി. എന്നാൽ ഒരു കൗശല ബുദ്ധി ഉപായം അങ്ങോട്ട് പ്രയോഗിച്ചു. എന്താണ് ഉപായം എന്ന് ചോദിച്ചാൽ, ഈ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. മനസ്സിലായില്ല? ഇന്നും ചിലർക്ക് ആ മേഖല പിടികിട്ടിയിട്ടില്ല. മണവാട്ടിയെ വഞ്ചിക്കുവാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് അവൻ കണ്ടെത്തിയത് എന്താ? ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതടിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞു. അത് സന്തോഷമുള്ള ദൂതാണോ? പറ. ഇത് തിന്നുന്ന നാളിൽ തട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ അത് സന്തോഷമുള്ള ദൂതാണോ? അല്ല. സന്തോഷമുള്ള ദൂത് ഏതാ? അച്ഛൻ ഒരു 150 വർഷം ജീവിക്കുമെന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ? അപ്പം ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് ആദ്യം പറഞ്ഞു, അമ്മച്ചി നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. മനസ്സിലായോ? അങ്ങോട്ട് ദൂതടിച്ചു. അമ്മാമ്മ മരിക്കത്തില്ല. അങ്ങനല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ അടുത്ത ദൂത് ചൂടെ ചേർത്തടിച്ചു. അമ്മച്ചി നിങ്ങളുടെ കണ്ണ് തുറക്കാൻ ഇങ്ങനെയൊക്കെയല്ലേ? ആ പഴയ പാമ്പിൻ്റെ പുതിയ വേർഷനാണ് ഇപ്പം കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കണ്ണ് തുറക്ക എന്നൊക്കെ ഇഞ്ചി കടിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എരിയുന്ന കാണും. അപ്പോൾ ഈ പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവർ പറയാം കണ്ണ് തുറക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം, നിങ്ങൾ മരിക്കത്തില്ല. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത കണ്ണ് തുറക്കാൻ പോവുകയാണ്. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത. അപ്പോൾ അമ്മച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അപ്പോൾ ഇച്ചിരൂടെ അങ്ങോട്ട് കയറ്റി അടിച്ചു. എന്തെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ പോലെ. ഇതോടെ കേട്ടപ്പോൾ അമ്മച്ചി വിചാരിച്ചു, ഇല്ല കരുനാപ്പള്ളിയിൽ അമ്മച്ചിയെ പോലെ കണ്ട് ഒരു കൊച്ചാൾ ദൈവമൊക്കെ ആയിട്ട് ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സത്യത്തിലേക്ക് കണ്ണു തുറക്കുന്നെങ്കിൽ ചിന്തിക്ക്. നിങ്ങളുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൂതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. അല്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? അതേ പരിശുദ്ധാത്മാ പറയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് തണുപ്പുള്ള രാജ്യങ്ങളിലേക്ക് പോകുക, അതൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ഇപ്പം ചെങ്ങന്നൂർ ഒരു പ്രവാചകൻ ഇപ്പം പ്രവചന ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുക. ഇവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബത്തോട് അവൻ്റെ അപ്പൻ്റെ പേരും എല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് പറയുക, ഈ 3 തലമുറയ്ക്ക് മുമ്പ് ഒരു അപ്പൻ ഗർഭിണിയായ ഒരു പശുവിനെ തങ്കമ്മയെന്ന് പറഞ്ഞൊരു അമ്മച്ചി കൊണ്ട് വിറ്റു. അപ്പോൾ ഈ പശുവിന് അന്നേരം ഒരു രോഗം ഉണ്ടായിരുന്നു. വിറ്റ് പിറ്റത്തെ ദിവസം പശു ചത്തു. അപ്പോൾ തങ്കമ്മയ്ക്ക് വിഷമമായി. അപ്പോൾ തങ്കമ്മ മണ്ണെടുത്തുകൊണ്ടൊന്ന് പ്രാഗി, നിൻ്റെ തലമുറ നശിച്ചു പോന്ന്. അപ്പോൾ തങ്കമ്മ പ്രാഗിയിട്ട് ഈ പശുവിനെ വിറ്റ ആളുടെ ഭാര്യയെ പ്രസവിച്ചു, കുഴപ്പമൊന്നുമില്ല. അവരുടെ മക്കളും പ്രസവിച്ചു, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇപ്പുറത്തതും പ്രസവിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 3ാമത്തെ തലമുറ കഴിഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന പെണ്ണിന് മക്കളില്ല. ഉടനെ പറയുകയാണ്, ആ പശു ചത്തത് കൊണ്ട് അവർ പ്രാഗികൊണ്ടാണ് ഈ പെണ്ണിന് മക്കളില്ലാത്തതെന്ന്. ഒരു പശു വരുത്തി വെച്ച വേണം നോക്കണം. ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ
അടിക്കുക. എന്താ ഇതിനൊക്കെ പറയുക? ഇതുപോലുള്ള കുറേ കീടങ്ങൾ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ബാക്കി നാളെ വരുമ്പോൾ പുള്ളി പറയട്ടെ. സ്തോത്രം. ഞാൻ വിളിച്ചു, ഇന്നിപ്പോൾ കള്ളിക്കാടാണ് തിരുവനന്തപുരത്ത്, നാളെ ഇങ്ങെത്തും. കാര്യം തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് നോക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ചിലർക്ക് ഇയാളാരോ ഇതൊക്കെ പറയാനും, മറ്റേ പുള്ളി പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദൈവമക്കളെ, ജഡത്തെ നിങ്ങൾ തന്നെ കോമൺ സെൻസിലൊന്ന് ചിന്തിച്ച് നോക്കുക. കോമൺ സെൻസിൽ നമ്മൾ ഒരു കാറ് കിട്ടി, ഒരു മാരുതിയുടെ വേഗണാർ കാർ, അല്ലേ പിന്നെ ഒരു മാരുതി 800 കാർ, ഈ കാറ് മേടിച്ചിട്ട് നമ്മളിത് പ്രാർത്ഥിക്കുക, കൃപയാൽ അനേക നാളുകളായി പ്രാർത്ഥിച്ച ദൈവം ഒരു മാരുതി കാർ തന്നു, അല്ലേ നമ്മൾ പറയാം. ഈ മാരുതിയുടെ ഒരു 800ൻ്റെ കാറും വെച്ചിട്ട് അല്ലേലു എന്ന് പറയുമ്പം ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദി ഇവിടെ ഓടി കാറി നടക്കുക. അപ്പോഴെവിടെ 800 കൊണ്ട് വിറപ്പിക്കുന്നത്? അങ്ങനെയാണ് ദൈവം അവൻ്റെ വീട്ടിൽ സ്ഥിരതാമസക്കാരനാണെന്ന് സമ്മതിക്കണ്ടേ? പറ. ഉണ്ടെന്നില്ല. ഇതൊക്കെ ഡിഗ്രി ഒന്നും വേണ്ട, കോമൺ സെൻസ് മനസ്സിലാക്കുക. എൻ്റെ ദൈവമക്കളെ, നമുക്ക് സന്തോഷിക്കാൻ ഭാഗമുള്ളൊരു ദൂത് എന്തെന്നറിയാമോ? ഇവിടെ ഓടിക്കാറുള്ളവനും അംബാനിക്കും പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും സൂപ്രണ്ടിനും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഇല്ലാത്തൊരു പദവി ദൈവ കുഞ്ഞുങ്ങൾക്കുണ്ട്. കാൺമീൻ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചു. ചങ്കം വിരിച്ചിരുന്ന് പറയണം, ഇപ്പം ഇവിടെ വീണ് മരിച്ചാൽ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ നിത്യത എൻ്റെ ദൈവത്തോടു കൂടെ ചെലവഴിക്കുമെന്ന് ISI മാർക്കടിച്ച മുദ്ര എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പതിഞ്ഞിട്ടുണ്ട്. നിനക്കതുണ്ടോന്ന് ഈ നാട്ടിലെ ഏതൊരു പ്രതാപിയോടും നമുക്ക് തല ഉയർത്തി ചോദിക്കാൻ കഴിയുന്ന ഒരു പദവിയാണ്, ഒരു പ്രിവിലേജാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാനുള്ള പദവി. അതിൻ്റെ അപ്പുറത്ത് ഒരു ലോട്ടറിയും നമുക്കിനി കിട്ടാനില്ല. അങ്ങനെ പോകുന്ന യാത്രയിൽ ചിലപ്പോൾ ഒരു കാറ് കിട്ടിയാൽ കിട്ടി, സ്വോത്രം. കിട്ടിയില്ലെങ്കിൽ പരാതിയില്ല. അതാണ് ക്രിസ്തീയ ജീവിതം. കിട്ടിയാൽ മേടിച്ചോ, പക്ഷേ ഓർത്തോണം, പോകുന്ന വഴിയിൽ ഇത് ചിലപ്പം പോകാം. അപ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തിന് വ്യത്യാസം വരരുത്. മനസ്സിലായോ? അപ്പം ഇവിടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു, ആമേ മോഹിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു. കൽപ്പനാ ലംഘനം, അനുസരണക്കേട് നിമിത്തം വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപികളായി. അതുകൊണ്ട് ഇന്ന് രാത്രി പൂവന്മലയോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വിശ്വവിഖ്യാതമായ ഒരു പ്രഖ്യാപനമാണ്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മനുഷ്യ, സകല മനുഷ്യരും പാപികളാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും സ്റ്റേറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ജാതിയോ മതത്തെക്കുറിച്ച് പറഞ്ഞു? ഇല്ല. മനുഷ്യരെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. മനുഷ്യൻ പാപത്തിലായി. അപ്പം മനുഷ്യൻ പാപിയാണ്. അപ്പം ഈ നാട്ടുകാർ പൊതുവെ ചിന്തിക്കും, ഈ പെന്തിക്കോസുകാരന്മാരെ കൊണ്ട് തോറ്റു. യവന്മാർക്ക് കല്യാണത്തിന് കൊടുത്താലും മരണത്തിന് കൊടുത്താലും എവിടെ മൈക്ക് കൊടുത്താലും യവന്മാർ വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപിയാ ചുമ്മാ, വേറെ ജോലിയൊന്നുമില്ല. മനുഷ്യൻ പാപിയൊന്നുമല്ല, ചുമ്മാ പറയുന്നതാ. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും പൂവന്മലയിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാം പൂവന്മലയിൽ പാപിയുണ്ടോ. എന്തിനാ തിരക്കിപ്പോന്നേ? കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാൽ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോഴല്ലേ CCTV വെച്ചത്, എന്നിട്ടല്ലേ സമാധാനത്തോടെ ഉറങ്ങിയത്. കാര്യം മനുഷ്യൻ പാപിയായതുകൊണ്ട്. സഹോദരിമാരോട് ചോദിക്കുക, രാത്രി കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടേച്ച് ഇപ്പം കഥകിൻ്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാൽ പെണ്ണുങ്ങൾ ഉറങ്ങുന്നത്. ആരെ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചൊന്നുമല്ല. അയലത്തുകാരനായ ഇരുകാലിയെ പേടിച്ചിട്ട്, മനുഷ്യനെ പേടിച്ചിട്ട്, മനുഷ്യനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുക. അതുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. അല്ലെങ്കിൽ ഇവിടെ സ്വർഗ്ഗതുല്യമായി മനുഷ്യൻ ജീവിച്ചേനെ. മനുഷ്യൻ ഏത് സമയം എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തവനാണ്. അവൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന വിപത്ത് കുടിയിരിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മനുഷ്യൻ പാപത്തിൽ വീണു. ഇവിടെ ഡിഗ്രിയുള്ള ബുദ്ധിയുള്ള കൊച്ചുങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ പോലുള്ള പിള്ളേരല്ല ഇപ്പോഴത്തെ പിള്ളേർ, കമ്പ്യൂട്ടർ പിള്ളേരാ. അവർ ചോദ്യം ചോദിക്കും. അപ്പോൾ പിള്ളേർക്ക് വേണമെങ്കിൽ 2 ചോദ്യം മുന്നോട്ട് വെക്കാം. അതെ ഉപദേശി, കുഴപ്പമില്ല, ഉപദേശി ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, കുഴപ്പമൊന്നുമില്ല, വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യം, എന്താ? താങ്കൾ പറഞ്ഞു ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപിയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ 2 ചോദ്യം. ഒന്ന്, ആദമും ഹവ്വയും പാപം ചെയ്തു, ഓക്കെ, സമ്മതിച്ചു. അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? ചോദിക്കാം. നല്ല ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇനി ഒരു പക്ഷേ അങ്ങനെ ആയെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെന്നിരിക്കട്ടെ, ഓക്കെ, ആദാമ്യ പാപം നിമിത്തം പാപിയായെന്നിരിക്കട്ടെ. നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാൽ പോരെ?
ഞങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് നിങ്ങൾ പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നല്ല ചോദ്യമല്ലേ? അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയണം. അതെ, ഒന്ന്, ഈ ആദാമോവയും പാപം ചെയ്ത നിമിത്തം ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെ? ചോദ്യം. ഒരു മറുചോദ്യം മുമ്പിൽ വെച്ചിട്ട് ഉത്തരം പറയാം. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം, ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത HIV എന്ന് പറയുന്ന മാരകമായ എയ്ഡ്സ് രോഗം, ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരായിരിക്കും? പറ. എയ്ഡ്സ് രോഗി. ഇവിടെ എൻ്റെ ചോദ്യം, ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് രോഗിയായി? പറ. അതിനൊരു ഉത്തരമേ ഉള്ളൂ, അപ്പനും അമ്മയും വഴിവിട്ടു ജീവിച്ചു. അതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ ഒരു ജന്മം മുഴുവൻ അനുഭവിക്കുന്നു. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? അപ്പനും അമ്മയും. ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് എന്തിന് ശിക്ഷ അനുഭവിക്കണം? ഉത്തരം അത് രക്തത്തിലൂടെ വന്നതല്ലേ പാർഷേ? അത് സയൻസ് സമ്മതിക്കും, അത് ഡിഗ്രി സമ്മതിക്കും, അത് മനുഷ്യന്മാർ സമ്മതിക്കും. കാരണം എന്താ? അതിനൊരു ഉത്തരമുണ്ട്, അത് രക്തത്തിലൂടെ വന്നു. മനോഹരം. അങ്ങനാണെങ്കിൽ ആദാമ്യപാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വന്നു എന്നല്ലേ അറിയേണ്ടത്? ഉത്തരം അപ്പോസ്തലപ്രവൃത്തി 17:26. ഒന്ന് ഉറക്കെ മൈക്കിലൂടെ വായിച്ചു കൊടുത്ത്. അപ്പോസ്തലപ്രവൃത്തി 17:26 ഒന്ന് കേട്ടെ. ഉത്തരം ഒന്ന് വായിച്ചാട്ടെ. 17:26 ഉറക്കെ വായിക്കേ. 26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കേട്ടോ? പുറത്തെല്ലാരും കേട്ടോ? ആമേൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ. ആരാണ് ഈ അവൻ എന്ന പ്രയോഗം? ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തൻ. ആരാണച്ചാ ഒരുത്തൻ? ആദാം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, ബുദ്ധനെ സൃഷ്ടിച്ചെന്നല്ല, ജൈനനെ സൃഷ്ടിച്ചെന്നല്ല, മറിച്ച് മനുഷ്യജാതിയൊക്കെയും സൃഷ്ടിച്ചു. ഒന്നുകൂടെ പറയാം. ആമേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പഞ്ചായത്തിൽ കുടിയിരിക്കുന്നവനല്ല ദൈവം. ആണോ? ദൈവം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പുള്ളിയല്ല ദൈവം. ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന പുള്ളിയല്ല ദൈവം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്ന പുള്ളിയല്ല ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ ദൈവം. ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കുന്നു. എവിടെ കുടിയിരിക്കുന്നു? 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ അവൻ വസിക്കുന്നില്ല. ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കുന്നു, പക്ഷേ മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല ദൈവം. സൃഷ്ടാവ്. പിന്നെ എവിടെയാണ് കുടിയിരിക്കുന്നത്? വേദപുസ്തകം വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം ദൈവം വസിക്കുന്ന മന്ദിരം മനുഷ്യനിർമ്മിതിയായ കെട്ടിടങ്ങളല്ല. മനുഷ്യ, എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിൽ കുടിയിരിക്കുന്നവനാണ് സർവേശ്വരൻ. എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിക്കുവാനാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്ന, സൃഷ്ടാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആലയം വേണം. ആര് വേണം? മനുഷ്യൻ വേണം. അതുകൊണ്ട് ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ദൈവം മനുഷ്യഹൃദയങ്ങളിൽ വസിക്കുന്നവനാണ്. മനസ്സിലായോ? അല്ലാതെ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ നിലത്ത് കിടക്കുന്ന പേട്ട് മനുഷ്യൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറ, അവിടെ ഇച്ചിരി നേരത്തേക്ക് അനങ്ങരുത്, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാൻ സേട്ടാന്ന് അവൻ പറയും. അതുപോലെ നീ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും അടയ്ക്കാനും തുറക്കാനും കാഴ്ചക്കാരെ കൂട്ടാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ലടോ ദൈവം. ഇവിടെ MBBS പഠിച്ച ഡോക്ടർമാർ അവർക്ക് ആവുന്ന പണി 58 നോക്കി വെച്ച് ഒടുവിൽ പറയുന്നൊരു വാചകമുണ്ട്: ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. MBBS-നും LLB-ക്കും സകലമാന ഡിഗ്രിക്കും മേലെയാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സകലത്തെ സൃഷ്ടിച്ച ദൈവത്തെ നിയന്ത്രിക്കുന്ന പൊട്ടത്തരമല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആമേൻ. അതുകൊണ്ട് ചേർത്ത് പെന്തിക്കോസുകാരോട് ഞാൻ പറയാം, ഇപ്പൊ കുറെ പേട്ട് പിള്ളേർ സ്റ്റേജിൽ കയറി കിടന്നു, ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കട്ടെ, ഇറങ്ങട്ടെ. എടാ, യവൻ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും ഇവൻ്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലാകുന്നുണ്ടോ? തൃത്വത്തിൽ പിതാവായ ദൈവം എന്ന് കേൾക്കുമ്പോൾ എത്ര ഭയവും ബഹുമാനവും നമ്മുടെ അകത്ത് വരുന്നോ അതിലൊരു തരിമ്പ് പോലും കുറയാതെ പുത്രൻ എന്ന് കേൾക്കുമ്പോഴുണ്ടാകണ്ടേ, പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴുണ്ടാകണ്ടേ. കാരണം തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ദൈവമല്ലേ. അങ്ങനെയെങ്കിൽ പിതാവെന്ന് കേൾക്കുമ്പോൾ ബഹുമാനവും, പുത്രൻ എന്ന് കേൾക്കുമ്പോൾ കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ കാര്യസ്ഥൻ എന്നുള്ള മനോഭാവം പെടണം. നിന്റെ വേലക്കാരനെന്നല്ല എഴുതിയിരിക്കുന്ന, ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്നാണ്.
അതുകൊണ്ട് ഇപ്പൊ കുറെ ന്യൂ ജനറേഷൻ ഇറങ്ങി കാട്ടിക്കൂട്ടുന്ന ഈ പേട്ട് പരിപാടിക്കൊന്നും ദൈവമക്കൾ കൈയടിക്കരുത്. എന്നാ മിണ്ടാത്ത? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനല്ല സൃഷ്ടാവ്, ജീവനുള്ള ദൈവം. ഇനിയും മനസ്സിലാകാത്തവർക്ക് സിമ്പിളൊരു ചോദ്യം ചോദിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? പറ, ഉറക്കെ പറ. ദൈവം അല്ലേ? ഇന്നിപ്പോൾ 2024 ആയതുകൊണ്ട് ഒരു ചോദ്യം കൂടെ മാറ്റി ചോദിക്കാൻ പോവുക. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? മനുഷ്യൻ. അതാണ് കുഴപ്പം ഇല്ലേ? ഇത്രേ ഉള്ളൂ കുഴപ്പം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ അവൻ ദൈവത്തെ സൃഷ്ടിക്കും. എങ്ങനെ വേണം? ഇരിക്കുന്നു വേണം, നടക്കുന്നു വേണം, കിടക്കുന്നു വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണം, ലിപ്സ്റ്റിക് ഇട്ട വേണം, ഇടാത്ത വേണം. ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ. എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ ഇല്ല പുലയനാർക്കോട്ടെ പോയി കിടന്ന് ഇങ്ങനെ വലിക്കും, എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും ഇല്ലേ? അവനാണ് സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിയന്ത്രിക്കുന്ന പേട്ട് മനുഷ്യൻ. ഈ മൂടത്തം വിട്ടുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുകയാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ആദാമിൽ നിന്ന്, ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കിയ സൃഷ്ടാവായ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ഇത് മനുഷ്യനറിയത്തില്ല, മനുഷ്യന്മാർക്ക് ഇത് അറിയത്തില്ല. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിച്ച്, ഇനിയും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടാം. 2018 പ്രളയം വന്നോ? പറ, വേഗം പറ. വന്നു. സത്യസന്ധമായ മറുപടിയെ പറയാവൂ, കള്ളം പറയരുത്. പ്രളയം വന്നപ്പോൾ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും വർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പറ, ഉള്ളതേ പറയാവൂ, പറ. ഒഴുകിപ്പോയി. ചാക്കോ വെളിയിലോട്ടിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു അല്ലേ? മേലോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചാക്കോ ഒരു നിലവിളി വിളിച്ചു. എന്താ? അയ്യോ, ഹെലികോപ്റ്റർ വേഗം വന്ന് എൻ്റെ വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യം പറയാവോ, ഉള്ളത് പറ. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ താഴെ പാഞ്ഞു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. ശരിയല്ലേ? രക്ഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചൻ വീട്ടിൽ വന്നു ഇങ്ങനെ നോക്കിയപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചേച്ച് അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ എന്ന്. എടാ നിനക്ക് എന്ന് നേരം വെളുക്കൂടാ? നിനക്ക് എന്ന് നേരം വെളുക്കും? എന്നാ ഉണ്ടാത്ത? സുവിശേഷം പറയണ്ടേ? ഇതല്ലേ സുവിശേഷം? അമ്മാമ്മയുടെ പല്ലിൻ്റെ പോടിപ്പോൾ യേശു. ഇതാണോ പറയണ്ടേ? അതല്ല പറയണ്ടേ. അത് പറയാനല്ല ദൈവം അയച്ചത്. കാലം അധികമില്ല, സമയം തീരാറായി. പറയേണ്ടത് പറഞ്ഞു. സുവിശേഷം പറയേണ്ട കാലം എടുത്തിരിക്കുന്നു. സത്യദൈവത്തെ അറിയാതെ നരകത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന ജനം വിടുവിക്കപ്പെടണമെങ്കിൽ വെളിച്ചമാകുന്ന സുവിശേഷം ദേശത്ത് വീശിയേ മതിയാകത്തുള്ളൂ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇല്ലല്ല താനാ പറഞ്ഞത് അങ്ങനെ അല്ലടോ എന്ന് പറയാമല്ലോ. ഞാൻ വളരെ സിമ്പിളായി കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ചോദിച്ചത്. ഇവിടെ പ്രളയം വന്നപ്പോൾ പാരമ്പര്യം പറഞ്ഞ ക്രിസ്ത്യാനി ഉൾപ്പെടെ നിലവിളിച്ചത് ഹെലികോപ്റ്ററിനെ നോക്കിയിട്ടാ. അതാണ് അതിൻ്റെ സത്യം അല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്. ആമേൻ. അതുകൊണ്ട് തിരിച്ചറിയുക, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആദാമെന്ന് പറയുന്ന ഏക രക്തത്തിൽ നിന്നാണ് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടുത്തെ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടി, ഒറ്റ രക്തത്തിൻ്റെ ഉടമ. ഇതല്ലേ പഠിപ്പിക്കേണ്ടത്? ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തെ എങ്ങനെ പ്രസംഗിക്കാതിരിക്കും? ഇപ്പം ചില ആളുകൾ പറയും, അതൊക്കെ ഇവന്മാർ ചുമ്മാ തള്ളി വിടുന്നതാന്ന്, അങ്ങനൊന്നും അല്ലെന്ന്. അങ്ങനല്ലേ?
നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കുക, 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു എടുക്കുക. അടുത്ത ലാബിലേക്ക് കൊടുക്കുക. മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് തരും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു അല്ലെ, കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിൽ എടുക്കുക. ഒന്നിൽ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശി റോയ് പാസ്റ്ററുടെ രക്തം എടുത്ത് അതേ ലാബിലേക്ക് കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? ദേ മാറിപ്പോവല്ലേ, മൂലയിരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, സൈഡിൽ വെച്ചിരിക്കുന്ന പള്ളിയിലച്ഛൻ, തരുവോടോ? പറ. ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, സമ്മതിക്കുന്നു. പക്ഷേ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം. ഒറ്റ രക്തമല്ലേ? അതുകൊണ്ടല്ലേ രക്തം കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും ജാതി മത പ്രശ്നമുണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ടുകൊണ്ട് പാഞ്ഞു പോയ ചെറുക്കൻ ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ 1 കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ആര് രക്ഷിക്കും എന്ന് കരഞ്ഞു. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ടമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ എന്ന് ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഭാഷേ? ഉണ്ടോ? പിന്നെ എന്തിനാണോ ഈ തമ്മിലടിക്കുന്നത്? എന്തിനാ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കി. കാവി ഉടുത്തവനും തൊപ്പി, അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി. ഒരു കിഡ്നി വേണം, മനോരമയെ പരസ്യം ചെയ്തു. പരസ്യം കണ്ടു വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർക്ക്. പുള്ളിക്ക് പൈസയുടെ ആവശ്യമുണ്ട്. മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. പറയങ്ങോട്ടെ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ കിടന്ന് മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ഒരൊറ്റ രക്തത്തിൻ്റെ ഉടമ, കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നൊരു തിരിച്ചറിവ് തലച്ചോറിൻ്റെ അകത്തുണ്ടെങ്കിൽ അവൻ്റെ തോളെ കൈവച്ചിട്ട്, ദേ ഇതെൻ്റെ കൂടപ്പുറപ്പ്, എൻ്റെ അപ്പന ഇവനെയും സൃഷ്ടിച്ചത്, ഇവനും ഞാനും ഒരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊന്നും നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പം അങ്ങനെ പറയണമെങ്കിൽ ആ തിരിച്ചറിവുള്ളൊരു തലച്ചോറുണ്ടാകണം. അങ്ങനെ ഒരു തലച്ചോറ് ഞങ്ങൾക്ക് തന്ന സന്ദേശമാണ് സുവിശേഷം. ഞങ്ങളുടെ പേരും മതവും സർട്ടിഫിക്കറ്റും തിരുത്തിയ സന്ദേശം അല്ലിത്. ഷമീർ ഇപ്പോഴും പേര് ഷമീർ എന്ന് തന്നെയാണ്, സർട്ടിഫിക്കറ്റ് ഇപ്പോഴും മുസ്ലിം എന്ന് തന്നെയാണ്. ജാതിയും മതവും സർട്ടിഫിക്കറ്റും ഒന്നും തിരുത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം അന്തസ്സോടെ ഈ സ്റ്റേജിൽ പബ്ലിക്ക് വിളിച്ചു പറയാം, ദാ ഇപ്പം ഈ മുറ്റത്തോട്ട്, ഈ വേദിയിലോട്ട് കാവിയുടുത്തോ തൊപ്പിയിട്ടോ കൊന്തയിട്ടോ ഒരുത്തൻ കയറി വന്നാൽ ചലഞ്ച് ചെയ്ത് പറയാം, ഇവിടെ ഇരിക്കുന്ന സകല ഉപദേശിമാരും അവനെ സംബോധന ചെയ്യുന്ന ഒറ്റ പദം ബ്രദർ, സഹോദര എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കാൻ ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് മാറ്റം വരുത്തിയ സന്ദേശമാണ് സുവിശേഷം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇതൊന്നും മനുഷ്യന്മാർക്ക് തിരിച്ചറിവില്ലെന്ന്. തണ്ടും തടിയൊക്കെ അങ്ങോട്ട് പെരുകിയില്ല, ജിമ്മിലൊക്കെ അങ്ങോട്ട് പോയി മസിലൊക്കെ ഉരുട്ടി പിടിച്ച് അവിടെ ഇവിടെ മുഴച്ച് പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ ഇങ്ങനെ നടക്കുമ്പോൾ ആരും കയറി അടിക്കാത്തൊരു ചിന്ത, എടാ നീ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും നിലത്ത് കിടക്കും. മിനിമം അത്രയെങ്കിലും ബോധം മനുഷ്യന്മാർക്കുണ്ടായിരുന്നെങ്കിൽ നാട് നല്ലതായിരുന്നു. അതുകൊണ്ട് പറയാം, ആമേ, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തെ അല്ലാതെ ഞങ്ങൾ ഏത് പുസ്തകത്തെയാണ് പ്രസംഗിക്കേണ്ടത്? പറ. വർഗീയം പ്രസംഗിക്കണോ? പറ. ഇനി ഈ പറയുന്നത് ചുമ്മാ ഒരു തള്ളലല്ലെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെയുള്ള ഏതൊരു സഭയ്ക്കകത്ത് നിങ്ങൾ വന്ന് നോക്ക്. ഷമീറും സിയാദും നാരായണനും ഗോപാലനും സുമേഷും സുരേഷും ചാക്കോയും ഫ്രാൻസിസും ഒന്നിച്ചിരുന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉലകത്തിലുള്ളൂ. അത് പ്രാർത്ഥിക്കുന്ന ദൈവസഭയാ. ആമേൻ. അത്രേ ഉള്ളൂ. ഞങ്ങൾക്കതിന് കഴിയും. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത്, യവന്മാർക്കൊരു നാണവും മാനവും ഇല്ലാത്തവന്മാരുടെ ആര് ഈ പെന്തിക്കോസ് തന്നെ, അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാർ പിന്നെയും വലിഞ്ഞേറി വരുമെന്ന് പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞു. നാണം ഇല്ലാത്തവന്മാർ. ശരിയാ, നമ്മൾ നാണം ഇല്ലാത്തവരല്ലേ ഭാഷേ? ഇല്ലേ ഭാഷേ? നമ്മൾ വെറും നാണവും മാനവും ഇല്ലാത്തവരല്ലേ? പറ. അതെ, ഒരു നാണവും മാനവും ഇല്ലാത്തവന്മാരാ. പക്ഷെ ഒരു സത്യം തിരിച്ചറിയണം സ്നേഹിത, നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും ചീത്ത വിളിച്ചാലും പിന്നെയും വലിഞ്ഞു കയറി പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞ് വരുന്ന എന്തെന്നറിയാമോ? നീ എൻ്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് തന്നതുകൊണ്ടാണ്. ആമേ, നിൻ്റെ കുടുംബം തകർന്നു പോകുന്ന കാണുമ്പോൾ, നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ തുണിയില്ലാണ്ട് ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നീ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, നിൻ്റെ കുടുംബത്തിലെ രക്തബന്ധങ്ങൾക്കുണ്ടാകാത്ത ഒരു പെയിൻ, ഒരു വേദന ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തന്നതുകൊണ്ട് അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും പിന്നെയും വരും ബ്രദറെ, അതേ സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് പിന്നെയും വലിഞ്ഞു കയറി വരുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഒന്നേ ഉള്ളൂ. അത് ഒറ്റ രക്തത്തിൻ്റെ തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങൾക്ക് തന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാർ ഓടി നടന്ന് തല്ലുകൊള്ളുന്നത്.
ഞാൻ ഒരിക്കൽ വെഞ്ഞാറമൂടിനടുത്ത് ഒരു പരസ്യോഗത്തിൽ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആമേൻ ഒരു മീശ പോലും കുരുക്കാത്ത ഒരു നെത്തോലി ചെറുക്കം വന്ന് നെഞ്ചൊക്കെ വിരിച്ച് ഇങ്ങനെ വെല്ലുവിളിച്ചു, ഇങ്ങനെ ഇവിടെ പ്രസംഗിക്കണ്ട എടുത്തുകൊണ്ട് പോടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പാക്ക് ചെയ്ത് പോകാൻ നേരം ഈ ചെറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയിട്ടൊരു ചിരി. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ എല്ലും കൂട് പോലുള്ള മസിൽ കണ്ട് പേടിച്ച് ഞങ്ങൾ പോകുന്നു. എടാ ഇവനെ കാലേ വാരി ഭിത്തിയിലോട്ടോ ഒറ്റ അടി അടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഈ പോകുന്നത്. ആമേൻ, ഈ പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം ദൈവമക്കൾ ദേശത്തിന് അപകടമല്ല. ആമേൻ. വാളുറയിലിടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കുമെന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ഞങ്ങളുടെ അകത്തിരിക്കുന്ന കാലത്തോളം പ്രാർത്ഥിക്കുന്നവൻ സമൂഹത്തിന് ഉപദ്രവമല്ല. എടാ ഇതിൻ്റെ അപ്പുറത്തെ വിക്രികൾ കാണിച്ചിട്ടാ തമ്പുരാൻ ഓരോന്നിനെ അടിച്ചു ചുരുട്ടി ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നത്. ദേ ഈ ഇരിക്കുന്നവരെയൊക്കെ നോക്ക്. ഇപ്പം മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പറയും വീരകഥകൾ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ചോദിക്കേ, എടി ചത്താലും എന്നെ പെന്തിക്കോസിലാക്കാമെന്ന് നീ വിചാരിക്കണ്ടടി എന്ന് പറഞ്ഞ് ഐറ്റവാ ഇപ്പം ഇവിടെ ഇരുന്ന് കൊട്ടുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടതിൻ്റെ പുറകെ വന്നതല്ല. ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം കണ്ണുകളെ പ്രകാശിപ്പിച്ചതുകൊണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി ഇങ്ങനെ വിളിച്ചു പറയട്ടെ, മനുഷ്യൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചു. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും കളറിൻ്റെയും കൊടിയുടെയും ഒക്കെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്നു. 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കഴുത്തറുക്കാൻ മടിയില്ലാത്ത ഒരു തലമുറ ഇന്ന് കൺമുൻപിൽ വളർന്നു വരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ ചങ്കാണ്, ചെറിയ പ്രായം മുതലേ ഒന്നിച്ച് തിന്ന് കുടിച്ച് ഒരു പായിൽ ഉറങ്ങി വളർന്നതാന്നൊക്കെ പറയുന്ന ചങ്ക് കൂട്ടുകാർ ഒരു കുപ്പി മദ്യം പൊട്ടിച്ചടിച്ചു കഴിയുമ്പോൾ ചങ്കിൻ്റെ കഴുത്തറുത്ത വാർത്ത പത്രങ്ങളിൽ വരുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാ? മനുഷ്യൻ ഏത് സമയം എന്തു ചെയ്യുമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം അവൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. ഈ ഇരുട്ട് മനുഷ്യൻ്റെ അകത്ത് കുടിയേറിയ കാലം മുതൽ ഒരു മോക്ഷത്തിനായി മനുഷ്യൻ കൊതിച്ചുകൊണ്ടിരുന്നു. മോക്ഷം തേടി ഈശ്വരന്മാരെ തേടി മനുഷ്യൻ അലഞ്ഞു. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി, മോക്ഷം തേടി തീർത്ഥയാത്രകൾ നടത്തി, മോക്ഷം തേടി പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി. എവിടെ കിട്ടും മോക്ഷം? ഇന്നും മനുഷ്യൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓടിക്കാറുള്ളവനും ഓടിപ്പോകുന്നവനും ഒരുപോലെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ കിട്ടും മോക്ഷം? കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു വഴി വെച്ച് അവൻ യാത്ര കഴിഞ്ഞ് വരിക. ചോദിച്ചു, അളിയ എങ്ങനെ അളിയ? സന്തോഷമായിരിക്കുന്നു. അളിയനോടെ പോയി. യാത്രയ്ക്ക് കഴിഞ്ഞ് വരിക. എങ്ങനെ ഉണ്ടായിരുന്നളിയ യാത്ര? അടിപൊളി യാത്രയായിരുന്നളിയ, സൂപ്പർ. പിന്നെ എങ്ങനെയുണ്ട്? മോക്ഷം കിട്ടിയോ? അറിയത്തില്ല അളിയ, അടുത്ത വർഷം പോകണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, മനുഷ്യൻ മോക്ഷം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ കിട്ടും മോക്ഷം? എപ്പോൾ കിട്ടും മോക്ഷം? മനുഷ്യൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോക്ഷം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ചു നോക്കി കിട്ടിയില്ല, നേർച്ച കാഴ്ചകൾ നടത്തി കിട്ടിയില്ല, തീർത്ഥയാത്രകൾ നടത്തി കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, ഈശ്വര കടാക്ഷം തേടി മോക്ഷം തേടി ഈ അടുത്ത് പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു മനുഷ്യനെ കൊന്ന നരബലി നടത്തി നോക്കി. കിട്ടിയോ മോക്ഷം? ഇല്ല. അകത്ത് കിടന്ന് ഉണ്ട ഇല്ലെന്നാ ഇപ്പം ചപ്പാത്തി തിന്നുക. അതുകൊണ്ട് മോക്ഷം തേടി മനുഷ്യൻ അലഞ്ഞു, ഈശ്വരന്മാരോട് നിലവിളിച്ചു. ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അങ്ങനെ നിരവധി നിലവിളികൾ, പ്രാർത്ഥനാ സൂക്തങ്ങൾ പുരാണങ്ങളിലുണ്ട്. അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതംഗമയ എന്നും മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചില്ലേ? എന്താ അർത്ഥം? ആ സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കോ ഭഗവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവൻ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ, ഈശ്വരന്മാരോട് നിലവിളിച്ചു. മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ ചോദിക്ക്, ശരിയാണോ? അവർ പറയും ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയ പ്രവാചകന്മാരുടെ പ്രാർത്ഥനാ സൂക്തങ്ങളുണ്ട്. അതിലൊന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. ക്രിസ്ത്യാനിയോട് ചോദിക്ക്, ശരിയാണോ? അതെ. പൗലോസ് വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അടിമത്വത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവാനെ എന്ന് മനുഷ്യൻ നിലവിളിച്ചു. വെളിച്ചം തേടി അവൻ അലഞ്ഞു, മോക്ഷം തേടി മനുഷ്യൻ അലഞ്ഞു, കിട്ടിയില്ല. എന്നാൽ സകല മനുഷ്യൻ്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം, സാക്ഷാൽ സൃഷ്ടാവ് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി പൂവൻമലയോട് ഞങ്ങൾ പറയട്ടെ, ഞാൻ ലോകത്തിൻ്റെ
ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി പൂവന്മലയോട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷുതിയിൽ ഇല്ലവേ ഇല്ല. ഇത് പറയാനാണ് ഇവിടെ യോഗം വെച്ചത്. ഇത് പറയണ്ടേ? ഇത് പറയാൻ പറ്റത്തില്ലേ? സുവിശേഷ യോഗം നടത്തിയിട്ട് തൊഴിലുറപ്പിന് പോകുന്നതാണ് നല്ലത്. സ്തോത്രം. എൻ്റെ ദൈവാസനെ മടുത്തട്ടാ. സുവിശേഷ യോഗത്തിന് നോട്ടീസിൽ പേരുണ്ട്. വാ തുറന്നൊരുത്തം സുവിശേഷം. ഓ നിന്റെ അടുക്കൽ നിൽക്കുകയാണ്, ടച്ച്, ഓ ഫയർ, ഓ തൊടുകയാണ്. മടുത്തു. ആമേൻ. ഫയർ, ടച്ച്, പിടിച്ചോ, പ്രാപിച്ചോ, പൊട്ടട്ടെ, കത്തട്ടെ. ഓ മടുത്തു. എത്ര ദിവസത്തെ ഉറക്കുളപ്പം ഇതിൻ്റെ പിന്നെ ഇല്ലേ? എത്ര ദിവസത്തെ കഷ്ടപ്പാട് അതിൻ്റെ പിന്നെ? എത്ര പണച്ചെലവാ? എന്തിനാ ഇത് ചെയ്യുന്നത്? ദേശം സുവിശേഷം കേൾക്കണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ഉലകത്തിലൊരു നാമമുണ്ടെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമേ ഉള്ളൂ. ആമേൻ. മനുഷ്യൻ നിലവിളിച്ചു. പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി പൂവന്മലയോട് പറയാം, ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്കൊരു നോട്ടം നോക്കിയാൽ നിനക്കൊരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ, കണ്ടോ കാൽവരിയിൽ കണ്ടാൽ തിരിച്ചറിയാത്തവണ്ണം, അവനെ കണ്ട ആളല്ല എന്ന് തോന്നുമാറ്, ആമേൻ, ഒരു മനുഷ്യക്കോലം ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കാൽവരിയുടെ കൊലക്കളത്തിൽ തൂങ്ങിക്കിടക്കുന്നു. മുൾക്കിരീടം അവൻ്റെ തലമേൽ അടിച്ചടിച്ചു കയറ്റി അവസാനത്തെ തുള്ളി രക്തം വരെ പുറപ്പെട്ടു വന്നു. ഒടുവിലൊരുത്തൻ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുട്ടുമ്പോൾ പുറത്തേക്ക് വരുവാൻ രക്തത്തുള്ളി ബാക്കിയില്ലാതെ വെള്ളം പുറപ്പെട്ടവനായി കാൽവരിയുടെ കൊലക്കളത്തിൽ തൂങ്ങിക്കിടക്കുന്ന പ്രാണനാഥൻ്റെ ചിത്രം 2002 ഞാൻ കണ്ടു. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നൊരു ചോദ്യം വന്നു, യേശുവേ, കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ അനുസരിപ്പിച്ച മഹാദൈവമല്ലേ അങ്ങ്? 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ ഒറ്റ വാക്കുകൊണ്ട് ജീവനോടെ പുറത്തു കൊണ്ടുവന്ന ദൈവമല്ലേ അങ്ങ്? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കിക്കൊണ്ട് ഈ ക്രൂശിൽ നിന്ന് ആമേ വിജയാളിതനായി ഇറങ്ങി വരുവാൻ അങ്ങേക്ക് കഴിയത്തില്ലേ? പിന്നെ എന്തുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ എഴുതി, അവൻ വായ തുറക്കാതിരുന്നു? യേശുവേ, എന്തുകൊണ്ട് നീ വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് 2/8/2002 സ്വർഗത്തിലെ ദൈവം എന്നോട് മറുപടി പറഞ്ഞു, ഷമീറേ, അവൻ വായ തുറക്കാതിരുന്നത് അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി പൂവന്മലയെ, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പടുകുടിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവൻ നമുക്ക് പകരം കാൽവരിയിൽ യാഗമായി തീർന്നു. ആമേൻ. തീർന്നില്ല. അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. ഇന്ന് രാത്രി പൂവന്മലയോട് പറയട്ടെ, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറ കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ ഒരു കൺവെൻഷൻ റോയ് പാസ്റ്റർ വെക്കത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇരിക്കത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു പ്രവാചകനെ പ്രസംഗിക്കാൻ ഷമീർ ഇവിടെ വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയട്ടെ, ആമേൻ, ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും വരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിൻ്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്നു.
ആ യേശു ഇന്നും ഈ 8:50 ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഈ പന്തലിലുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ റോയ് പാസ്റ്റർ, എനിക്ക് എന്തൊരു സന്തോഷമെന്നറിയാവോ? ഇവരെല്ലാം വിശ്വസിക്കുക ഈ 8:50 ജീവിക്കുന്ന യേശു. സന്തോഷമില്ലേ? എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാര്യം എന്തെന്നറിയാവോ? ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പല ക്രിസ്ത്യാനിയുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി. ഇവർ വിശ്വസിക്കുന്നു ഇപ്പോഴും, പിന്നെ സന്തോഷിക്കാതിരിക്കുമോ? പലരുടെയും വീട്ടിൽ ചത്തുകുത്തി. ഇവിടെ മക്കളുള്ള അപ്പന്മാരല്ലേ നിങ്ങളൊക്കെ? നിങ്ങൾ രാവിലെ സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ നിങ്ങളുടെ മോൻ, അച്ചായൻ്റെ മോൻ, അച്ചായൻ്റെ ഒരു നല്ല പഴയ ഫോട്ടോ എടുത്ത് ഭിത്തിയെ കൊണ്ട് ആണി അടിച്ച് വെച്ച് ഒരു മാലയും പിടിച്ചിട്ട് ഇച്ചിരി ചെമ്പരത്തിപ്പും പറിച്ചിട്ട് 2 തിരിയും കത്തിച്ച് വെച്ച് നിങ്ങൾ ജീവനോടിരിക്കുകയാന്നേ. എന്നിട്ട് അതിൻ്റെ മുമ്പേലോട്ട് പോയി നിന്നിട്ട് പറയുക, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊണ്ട് കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. സന്തോഷമാവുമോ? സന്തോഷമാവുമോ എന്ന് പറ. അച്ചായന് സന്തോഷമാണോ? എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ? പറ. ഇല്ല. വടിയെടുത്ത് അവനിട്ട് 2 കൊട്ട് കൊടുക്കും, ഓർഡറാന്ന് പറയും. വടി കൊണ്ടുപോലെ ജീവനോണ്ടിരിക്കുന്ന എന്നെ എടുത്ത് ഭിത്തി വെച്ച് 100 രൂപ തരാനോ ചോദിക്കത്തില്ലേ? ചിരിക്കാൻ പറഞ്ഞല്ല അച്ഛാ. ഒരു മാനുഷിക അപ്പൻ്റെ ചങ്കൊന്ന് പെടഞ്ഞു അല്ലേ? ഒരു മാനുഷിക അപ്പൻ്റെ ഹൃദയം വേദനിച്ചെങ്കിൽ എനിക്ക് നിനക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആളത്വമായി നിലകൊള്ളുന്ന, കല്ലേറുകൊണ്ട് മരിക്കാനായി തുനിഞ്ഞ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും. വലത്തുഭാഗത്തെ ഭിത്തിയേൽ യേശുവിൻ്റെ ചരമപോട്ടയും കണ്ടെന്ന അല്ലടോ ക്രിസ്ത്യാനി? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും, വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായി ജീവിക്കുന്നവനെ കണ്ടു എന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ, നിനക്ക് അയ്യോ കഷ്ടം. ആമേൻ. വേദപുസ്തകം പറയുന്നു, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. കുറിവാക്യം ഞാൻ മറന്നിട്ടില്ല, അവിടെ എത്തിയട്ടെ, പ്രസംഗം തീരൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യഗണത്തിന് ഒരു അന്ത്യകൽപ്പന കൈമാറി. വായിക്കു കുഞ്ഞെ, മർക്കോസിൻ്റെ സുവിശേഷം, മർക്കോസ് 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. മൈക്ക് അടുത്ത് പിടിച്ച് ഉറക്കെ ഒന്ന് വായിച്ചു കൊടുത്ത് ദേശം കേൾക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന, യാചനയല്ല, അപേക്ഷയല്ല, ഓർഡർ. എന്താ ഓർഡർ? 16:15 വായിക്കേ. മർക്കോസ് 16:15. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. സന്തോഷമാണോ? സന്തോഷമാണോ? യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന, പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. അതുകൊണ്ട് പൂവൻമലക്കാരോട് ഞാനൊരു അപേക്ഷ പറയട്ടെ. ഈ ദേശത്ത് ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങൾ ദയവായി ക്ഷമിക്കുക. നിങ്ങളുടെ ആരോടുമുള്ള വാശി തീർക്കാനല്ല, ദേഷ്യം കൊണ്ടല്ല, നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാനല്ല ഞങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത്. മറിച്ച് ജീവനെ തന്ന കർത്താവിൻ്റെ കൽപ്പന ആയതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ദയവായി ക്ഷമിക്കുക. അല്ല, ഇവന്മാരെന്തിനാണ് ഇവന്മാരിങ്ങനെ കിടന്ന് കൂവണത് എന്നൊക്കെ ചിലർ ചോദിക്കും. ക്ഷമിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ട്. അപ്പം ചില അണ്ണന്മാർ പറയും അത് നിങ്ങൾ പറയണ്ടാന്ന്. അതൊക്കെ അങ്ങ് മനസ്സേ ഇരുന്നാൽ മതി. പറയത്തില്ലേ? പറയും. ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലേ? അതുകൊണ്ട് ആരോടും വാശി തീർക്കാനൊന്നും. പിന്നെ ആകെ കൂടെ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു പരാതി ഉണ്ട്, ഇവന്മാർക്ക് ഭയങ്കര ശബ്ദമാണ് അല്ലേ? ശബ്ദം, ഭയങ്കര ശബ്ദമാണ്. വല്ല മര്യാദയുണ്ടോ ഈ പറയുന്നത്? ഗുണ്ട് പൊട്ടിക്കുന്നവൻ, ഓലപ്പടക്കം പൊട്ടിക്കുന്നവനെ നോക്കിയിട്ട് പറയുകയാണ് ശല്യമെന്ന്. അല്ല, മര്യാദ വേണ്ടേ? ഗുണ്ട് പൊട്ടിക്കുന്നവൻ, ഓലപ്പടക്കം പൊട്ടിക്കുന്നവനെ നോക്കിയിട്ട് പറയാം ശബ്ദമെന്ന്. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുക. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. ഇതാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ ചെയ്യുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന സകല സൃഷ്ടിയോടും ദൈവാസന്മാരെ എന്ത് പറയണം? സുവിശേഷം പറയണം. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഞാൻ പെന്തിക്കോസുകാർക്ക് വേണ്ടി പറയാം കേട്ടോ. സുവിശേഷം പറയാനല്ലേ പറഞ്ഞേ? എന്താ സുവിശേഷം? വാക്കിൻ്റെ അർത്ഥം സുവിശേഷം. സു എന്ന് പറഞ്ഞാൽ നല്ലത്, വിശേഷം നല്ല വിശേഷം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ പറയും ഗുഡ് ന്യൂസ് അല്ലേ? നല്ല വാർത്ത. സുവിശേഷം. എന്താ ഈ നല്ല വിശേഷം? പറയാം. പിന്നെ ചേട്ടൻ്റെ പേരെന്താ വെച്ചാൽ ലിജു. ഉദാഹരണത്തിന് വേണ്ടിയാ, പ്രവചനമല്ലേ?
ലിജു എന്ന് പറഞ്ഞ സഹോദരൻ ഇവിടെ അടുത്ത ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ കടമെടുത്തു എന്ന് വിശ്വസിക്കുക, ചുമ്മാ ഉദാഹരണത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബാങ്ക് ജപ്തി നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചിട്ട് പറഞ്ഞു അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചെണ്ട കൊട്ടി ജപ്തി ചെയ്ത് ഇറക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ തലയും കുനിച്ച് ചെണ്ട കൊട്ടി ഇറങ്ങുന്ന രംഗം ഓർത്തപ്പോൾ ലിജു എന്ന മനുഷ്യൻ്റെ ചങ്ക് തകർന്നു. ഇല്ല, അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. അതേ മുഹൂർത്തത്തിൽ അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അതേ മുഹൂർത്തത്തിൽ ഞാൻ ചാവും എന്ന് പറഞ്ഞ് ഇദ്ദേഹം കോട്ടയത്ത് ഒരു ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്കുക. എന്തിനു വേണ്ടിയാ? ശനിയാഴ്ച രാവിലെ 10 അവിടെ ചെണ്ട കൊട്ടുമ്പോൾ ഇവിടെ ചാകാൻ വേണ്ടി മുറിയെടുത്ത് മരണം കാത്തിരിക്കുക. ഈ വിവരം റോയ് എന്ന് പറഞ്ഞ മനുഷ്യൻ അറിഞ്ഞു, മനുഷ്യസ്നേഹി അറിഞ്ഞപ്പോൾ റോയ് എന്ത് ചെയ്തു? ലിജുവിൻ്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന 10 ലക്ഷം മുഴുവൻ കടവും ആര് പോയി തീർത്തു? പറ. റോയ് പോയി തീർത്തു. ഇനി ലിജുവിന് തല ഉയർത്തി അന്തസ്സായിട്ട് ഇവിടെ എന്ത് ചെയ്യാം? നടക്കാം, അല്ലേ? ഒരു പ്രശ്നവുമില്ല. മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, സന്തോഷമായി നടക്കാം. പക്ഷേ ഈ കടം തീർത്ത കാര്യം ആരറിയുന്നില്ല? ലിജു അറിയുന്നില്ല. ലിജു ശനിയാഴ്ച എന്തിനിരിക്കുക? മരണം കാത്തിരിക്കുക. അപ്പോൾ ഈ കടം തീർത്തവൻ ആര്? റോയ്. കടം തീർത്തവൻ മൂന്നാമതൊരു ചാക്കോയെ വിളിച്ചിട്ട് പറയണ്ട, ചാക്കോ നീ ആ ലിജോയോട് പോയി പറയണം അവൻ്റെ പേരിലെ മുഴുവൻ കടവും ഞാൻ തീർത്തു, ഇനി നീ ഫ്രീയാ, അന്തസ്സായിട്ട് തല ഉയർത്തി നടന്നോളാൻ. ഈ സന്തോഷ വാർത്ത, ഈ നല്ല വാർത്ത, ഈ ഗുഡ് ന്യൂസ് നീ അവനെ പോയെന്ന് അറിയിക്കണം എന്ന് ചാക്കോയോട് പറഞ്ഞു. അപ്പോൾ ചാക്കോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നെ അവനോട് പ്രത്യേകം പറഞ്ഞേക്കണം, ഇനി ആലോചിക്കാതെയും കാണാതെയും ഇമാതിരി കുഴപ്പത്തിൽ കൊണ്ട് തല വെക്കരുന്നൊരു ഉപദേശം കൂടെ ഞാൻ പറഞ്ഞെന്ന് അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞേരെ എന്ന് പറഞ്ഞ് കടം തീർത്തവൻ ആരെ വിട്ടു? പറ. ചാക്കോയെ വിട്ടു. അടുത്ത രംഗം എവിടെ? കോട്ടയത്ത്. ചാക്കോ ചെന്ന് കോട്ടയത്ത് ലോഡ്ജിൽ ബെല്ലടിച്ചു. ഉടനെ ലിജു കഥ ഇങ്ങനെ തുറന്നു. ഉടനെ ചാക്കോ, ലിജു ലിജു എന്നൊരു പേരെന്നെ കാണിക്കുന്നു, ലിജു. അപ്പം ഈ പുള്ളി, ഞാൻ ലിജു, ഞാൻ ചില കടഭാരത്തിൻ്റെ മണ്ഡലങ്ങൾ എന്നെ കാണിക്കുന്നു. കടഭാരമുണ്ട്. മരിക്കണമെന്ന് നീ ചിന്തിക്കുന്ന ചില മേഖലകൾ, മരിക്കാൻ വേണ്ടി ഭാരപ്പെടണ്ട. ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണം. നമുക്കത് അഴിക്കാം. ഇവനെ എന്തിനാ വിട്ട? നിങ്ങൾ പറ. അല്ല, നിങ്ങൾ പറ. ഞാൻ പറയുമ്പോഴാണല്ലോ കുഴപ്പം. നിങ്ങൾ പറ, ഇവൻ എന്തിനാ വിട്ടെ? എടാ, ഒരുത്തൻ തീർത്തു, അതൊന്ന് പോയി പറയാനാ ഇവനെ അയച്ചേ. ഇവൻ വന്നിട്ട് പറയാ ബന്ധനമെന്ന്. ഞാനിതേ കൂടുതലൊക്കെ എന്ത് പറയാനാ? സകല പാപവും, സകല ശാപവും, സകല ബന്ധനങ്ങളും, സകല ഊടോത്രങ്ങളും, സകല അന്ധകാരവും, സാക്ഷാൽ നമ്മുടെ രോഗവും നമ്മുടെ വേദനയും മുഴുവൻ എൻ്റെ യേശു വഹിച്ചു. ക്രൂശിൽ എൻ്റെ യേശുവിന് തീർക്കാൻ കഴിയാത്ത ഒരു ശാപവും ഇനി ഒരു തങ്കവും മുറിക്കണ്ട. മനസ്സിലായോ? അത് മുറിച്ചു എന്നുള്ള ആ സന്തോഷ വാർത്ത ഒന്ന് പോയി പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ എൻ്റെ യേശു നിനക്ക് പകരം മരിച്ചു. ആമേൻ. ആ നല്ല വാർത്ത സകലരോടും പറയാൻ കൽപ്പന കൈമാറി. അനന്തരം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുവാൻ ഒലിവുമലയിൽ നിൽക്കുന്ന രംഗം. യേശു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നപ്പോൾ ശിക്ഷകണം ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു. ആകാശത്ത് നിന്ന് ദൂതസംഘം ഇറങ്ങി വരുന്നു. പ്രവൃത്തി 1:11. മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് ദൂതസംഘം ഇറങ്ങി വന്ന് പറഞ്ഞ വാക്ക് അപ്പോസ്തല പ്രവൃത്തി 1:11 വായിച്ചോ. 1:11 2:47 തീരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പൂവന്മലയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു വരാറായി. പൂവന്മല ദേശമേ, യേശു വരാറായി. മാനസാന്തരപ്പെടുവീൻ, യേശു വരാറായി. ഹല്ലേലൂയ. ഈ ദൂത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? വായിച്ചേ, താഴോട്ട് വായിച്ചോ. നിങ്ങളെ വിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞു. ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അടുത്തത്, അവർ യെരൂശലേമിന് സമീപത്ത്, ഈ ശിഷ്യന്മാർ യെരൂശലേമിന് സമീപത്ത് ഒരു ദിവസത്തെ ശബ്ബത്ത് ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു?
അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശിഷ്യന്മാരെ താമസിച്ചുകൊണ്ടിരുന്ന മാളിക മുറിയിലേക്ക് കയറിപ്പോയി. പൂവൻ മലക്കാർ ശ്രദ്ധിച്ചോണം, കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിപ്പിക്കാൻ പോവുക, വേണ്ടവർ വേണേൽ വായിച്ചിട്ടുണ്ട്. നാളെ അങ്ങേര് സ്വന്തമായിട്ട് പറഞ്ഞതൊന്നും പറഞ്ഞേക്കരുത്. കയറിപ്പോയവരുടെ പേര് വിവരം നിർത്തിയൊന്ന് വായിച്ചേ. പത്രോസ്. ആരായി പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ ചില ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോപ്പ് പത്രോസ്. അത് തിരക്കേടില്ല, നല്ല കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പോപ്പ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധിച്ചോണം, കയറിപ്പോരുടെ കൂട്ടത്തിൽ പത്രോസ് ലീഗയുണ്ട്, തോമാസ് ലീഗയുണ്ട്, യൂദാസ് ലീഗയുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉൾപ്പെടുന്ന സംഘം. തർക്കമില്ലല്ലോ, പുസ്തകത്തിലുള്ളതാ പറഞ്ഞ, തർക്കമില്ലല്ലോ. ഇല്ല. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്ത് കാർ വന്നു. അങ്ങനാണോ? ആണോ? അവരുടെ ഇടയിലോട്ട് നാശം ഉണ്ടാക്കാൻ കുറച്ച് പെന്തക്കോസ് കാർ വന്നു. ആണോ? അല്ല, അങ്ങനെ ഒരു കാറും ഇല്ല അമ്മച്ചി. പെന്തിക്കോസ് കാറല്ല വന്നത്, പിന്നെന്താ? പെന്തക്കോസ് നാൾ വന്നു. എന്താ പെന്തക്കോസ് നാൾ? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്, പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. പെരുന്നാൾ ദിവസം വന്നപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? വായിക്കേ. ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് എല്ലാവരും കാതു തുറന്ന് കേട്ടോ. എല്ലാവരും. ആരായി എല്ലാവരും? പത്രോസ് ലീഗ, തോമാസ് ലീഗ, മത്തായി, യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ, യൂദാസ് ലീഗ തുടങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചോദ്യം നിങ്ങളോട്, ഈ അന്യഭാഷ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? ഉറക്കെ പറയാം മാമേ. പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തിക്കോസുകാരി മറിയല്ലേ? പറയാങ്ങോട്ടെ. ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ അല്ലേ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ അല്ലേ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ അല്ലേ? ഇവരെല്ലാം പറഞ്ഞേച്ചല്ലേ പൂവമലക്കാർ കലവില പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് എങ്ങാനും ഇനി പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരാന്ന് പറഞ്ഞാൽ തൻ്റെ അടുത്തോടെ പറഞ്ഞോണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത് ഇല്ലേ? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. തീർന്നില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? നിങ്ങൾ പറ. പത്രോസ് ലീഗ. പോപ്പ് എഴുന്നേറ്റ് ആത്മാവിൻ്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം. 47 47 തീർക്കാം. വായിര് 37 2:37. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരൊറ്റ പ്രസംഗം. അത് കേട്ടിട്ട് എന്ത് ചെയ്തു? കേട്ടവരുടെ ഹൃദയത്തിൽ നിങ്ങളെല്ലാം പറ, വാ തുറന്ന് പറ. എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. അങ്ങനെ തന്നെയാണോ പുസ്തകത്തിൽ? ആണോ? നിങ്ങളുടെ ആരുടെയും കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചേച്ച് വേണം ഈ പന്തലിൽ നിന്ന് പോകാൻ. ഈ പുസ്തകത്തിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട പുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല, കുത്തുകൊള്ളും. മനസ്സിലായോ? പക്ഷേ നമുക്കിപ്പോൾ കുത്തുകൊള്ളുന്ന പ്രസംഗം വേണ്ട. ഇന്ന് വിളിച്ചിരിക്കട്ടെ പുള്ളി ഇതിന് മേലെ കുത്തുകൊള്ളുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ എന്നെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണെന്നാണോ നിങ്ങളുടെ വിചാരം? ചുമ്മാതാ. കമ്മിറ്റി കൂടുമ്പോഴേ റോയ് പാഷ പറയും ഷമീർ കൊല്ലത്ത് വിളിക്കാം, പുള്ളി സുവിശേഷം പറയും. മറ്റേ 8 പറയും വെറുതെ നാശം ഉണ്ടാക്കി വെക്കണോ, നമുക്കിട്ട് തന്നെ കൊട്ടും, വെറുതെ വല്ല ജോലിയുണ്ടോ എന്നൊക്കെ പറയും. ലാസ്റ്റ് ഈ 10 പേര് കൂടി 2 പേർ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മറ്റേ 8 പറഞ്ഞു, എന്നാൽ പിന്നെ വിളി, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ അനുഭവിക്കുമ്പം പഠിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. നമ്മൾ ഈ സ്ഥലത്ത് വന്നിറങ്ങുമ്പം ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്ന മറ്റേ 8 എന്നിട്ടൊരു ഡയലോഗും, പാസ്റ്റർ ഇവിടെ ഇറക്കാൻ വേണ്ടി ഞാനാ ഇവിടെ, പിന്നെ നീ ആരാ മോനെന്നൊക്കെ എനിക്കറിയത്തില്ലേ. അത് നന്നായി, സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇഷ്ടം കൊണ്ടൊന്ന് വിളിക്കുന്നതല്ല, ഉള്ളിയാകുമ്പോൾ പിന്നെ തീർത്തങ്ങ് പറഞ്ഞോളും. ഇന്ന് രാത്രി പറയാം. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കുത്തുകൊള്ളുന്നെങ്കിൽ കുത്തുകൊള്ളുന്ന ആത്മാവ് ഈ പുസ്തകത്തിലുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം പെന്തിക്കോസുകാർ കുത്തുകൊള്ളാൻ വേണ്ട. ഇപ്പോഴത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പം മൊബൈൽ എടുത്തിട്ട് മിസ് കോൾ ഉണ്ടല്ലോ, ഇവിടെ
വിളിച്ചായിരുന്നോടി? ആ വിളിച്ചായിരുന്നു, കൺവെൻഷൻ ആയിരുന്നു, അതെ എടുക്കുക. എങ്ങനെ ഉണ്ടായിരുന്നടി? ഓ ഒന്ന് പറഞ്ഞായിരുന്നടി, ചിരി 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 ചിരി. ഇതാ ഇപ്പോൾ പറയുന്നത്, ചിരി ചിരി ചിരി. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന കുത്ത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പ്രസംഗന്റെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? അല്ല, വായിക്കേ. എന്ത് ചെയ്തു? വായിക്കേ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി പൂവമ്മല കാതു തുറന്ന് കേട്ടോ. അടുത്ത വാക്ക് പോപ്പ് അവരോട്, പോപ്പ് ഷമീർ കൊല്ലം അല്ല, പോപ്പ് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിനിടാ. അകത്ത് കയറിയ പാപം പുറത്തു പോകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞത് പെന്തിക്കോസുകാരല്ല, ഒന്നാമത്തെ പോപ്പ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, അച്ഛൻ പറഞ്ഞു ഇതിനകത്ത് ഇപ്പം തള്ളേണ്ടതൊന്നുമില്ല, കൊള്ളേണ്ടത് ഉള്ളെന്ന്. അങ്ങനെയാണെ പോപ്പിന്റെ വാക്ക് കൊള്ളണ്ടേ? എന്നാ സ്നാനപ്പെടു വേഗം. മനസ്സിലായോ? ആ, പിടി കിട്ടിയോ? ഇതിനകത്ത് തള്ളേണ്ടതില്ല, കൊള്ളേണ്ടത് ഉള്ളൂ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പത്രോസായി ഇടങ്ങേറൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങേര് പറയേണ്ടത് ഇങ്ങനല്ലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പീൻ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനും അതല്ലേ പറയത്തോളായിരുന്നു, വെറുതെ മെനകേടുണ്ടാക്കാൻ. പക്ഷേ എന്ത് ചെയ്യാനാ? അങ്ങേര് പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാനാ. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്കും അതേ പറയാൻ നിവർത്തിയുള്ളൂ. വചനത്തോട് വള്ളി പുള്ളി കൂട്ടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങളും പോപ്പിനോട് ചേർന്ന് ഇന്ന് രാത്രി ദേശത്തോട് വിളംബരം ചെയ്യുന്നു. അകത്തു കയറിയ പാപം പുറത്തു പോകണോ? ഒരു നാണയത്തൊട്ട് ചെലവില്ല, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, ഒരു കിലോമീറ്റർ നടക്കണ്ട, ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ നിന്റെ അകത്തു കുടിയിരിക്കുന്ന പാപമെന്ന കൂരിരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് നിനക്ക് മോക്ഷം തരാൻ, രക്ഷാമാർഗം കൽപ്പിച്ചു തരാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതത്ര ഇന്ന് രാത്രി ഉയർത്തപ്പെടുന്ന സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആമേ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. എന്നാൽ പാപമോചനം ലഭിക്കും. അടുത്ത വാക്ക്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ആമേൻ. അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പിന്നെ ശരിയായി ജീവിക്കാൻ ഒരു കാര്യസ്ഥനെ അങ്ങോട്ട് തരും പരിശുദ്ധാത്മാവ്. ഈ വാഗ്ദത്തം, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക് ഉറക്കെ വായിച്ച്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേരാ കുഞ്ഞേ? അന്ന് 3000-ഓളം പേർ അവരോട്. ഒറ്റ പ്രസംഗം, തലയ്ക്കകത്ത് മൂളയുള്ളവന് കാര്യം മനസ്സിലായി. 3000 എണ്ണം രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനപ്പെടണം. മനസ്സിലായോ? ഇതാരെയും കയ്യും കാലും കെട്ടി വലിച്ച് മതം മാറ്റുന്ന പരിപാടിയല്ല. തലയ്ക്കകത്ത് ബോധം വരുമ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന തിരുവെഴുത്ത് പ്രകാരം സത്യം ബോധ്യപ്പെട്ട 3000 എണ്ണം രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അന്ന് 3000-ഓളം പേർ അവിടെ ചേർന്നു. അടുത്ത വാക്ക് ഉറക്കെ വായിക്കേ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. നിൽക്കട്ടെ പാസ്റ്ററെ, ഇതെല്ലാം ഈ പറയുന്നൊരു വാക്ക് കരുതിക്കോണം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ശ്രദ്ധിച്ചേ, ഇന്ന് ചില പാസ്റ്റർമാരങ്ങനല്ല. അമ്മ സ്നാനപ്പെട്ടോ? സ്നാനപ്പെട്ടു. മുങ്ങി സ്നാനപ്പെട്ടോ? മുങ്ങി സ്നാനപ്പെട്ടു. എവിടെ? എപ്പോൾ? ആരും അറിഞ്ഞില്ല. ഞാൻ രഹസ്യമായിട്ട് മറ്റേ കല്ലട ആറ്റിപ്പോയി അങ്ങ് മുങ്ങി മുഴുകൽ സ്നാനം എടുത്തു. ഇനി കുഴപ്പമില്ല, എവിടാന്ന് വെച്ചാൽ ചെന്ന് കയറിക്കും. ഇപ്പം പഠിപ്പിക്കുക, സ്നാനപ്പെട്ടിട്ട് നിൽക്കുന്നിടത്ത് അങ്ങ് യവൻ കാട്ടുകള്ളനാണ് കേട്ടോ. ഇങ്ങനെയുള്ളവന്മാരെ കാട്ടുകള്ളന്മാരാ കേട്ടോ. സ്നാനപ്പെട്ടിട്ട് എവിടെയും ചെന്ന് കയറാൻ ഈ പുസ്തകത്തിൽ പ്രമാണമില്ല. സ്നാനപ്പെട്ടവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തോലിക ഉപദേശം കേൾക്കണമെങ്കിൽ തൊട്ടടുത്ത വാക്ക് കൂട്ടായ്മയെ ആചരിച്ചു. അപ്പോൾ അപ്പോസ്തോലിക ഉപദേശം കേൾക്കണമെങ്കിൽ എവിടെ വരണം? കൂട്ടായ്മയ്ക്ക് വരണം. അപ്പോസ്തോലിക ഉപദേശം നിന്നിടത്തുണ്ടായിരുന്നെങ്കിൽ നീ രഹസ്യത്തിൽ മുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അപ്പോസ്തോലിക ഉപദേശം കേട്ടു. അടുത്തതായി കൂട്ടായ്മ ആചരിച്ചു. അടുത്തതായി അപ്പം നുറുക്കി. ഒരു മിനിറ്റ് നിൽക്കട്ടെ. അപ്പം നുറുക്കി. ആരാ അപ്പം നുറുക്കിയ? പറ. പുസ്തകത്തിൽ പറയുന്ന അപ്പം നുറുക്കിയവർ ആരാ? മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ആത്മനിറവ് പ്രാപിച്ച, ഉപദേശമുള്ള കൂട്ടായ്മ. അവരല്ലേ അപ്പം നുറുക്കിയേ?
അങ്ങനെയാണെങ്കിൽ ഇവിടെ മുങ്ങിപ്പൊങ്ങിയ നീ വചനപ്രകാരം മാനസാന്തരം ഇല്ലാത്ത, വചനപ്രകാരമുള്ള സ്നാനം ഇല്ലാത്ത, വചനപ്രകാരമുള്ള ആത്മനിറവ് ഇല്ലാത്ത, വചനപ്രകാരമുള്ള അപ്പസ്തോലിക ഉപദേശം ഇല്ലാത്ത, ഇടത്ത് നുറുക്കുന്ന മേജ പുസ്തകത്തിലതാണോ? പുസ്തകത്തിലെ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മുങ്ങിയ നീ അവിടെ പോയി വാ പൊളിക്കാൻ പ്രമാണമില്ലെന്ന് പഠിപ്പിക്കുന്നത്. ഇത് തലയ്ക്കകത്ത് കയറി അല്ല, ഇവിടെ മുങ്ങിയ അവിടെ ആ പരിപാടിയൊന്നും പുസ്തകത്തിലില്ല. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ നീ വേർപെട്ട് ദൈവത്തെ ആരാധിച്ചോണം. അതിനൊക്കത്തില്ല, നീ മെനക്കെട്ട് ഇറങ്ങരുത്, വെറുതെ കുളിച്ചെന്നേ ഉള്ളൂ. ആമേൻ. മനസ്സിലാവും? ഇതൊക്കെ പഠിപ്പിക്കുന്ന കുറേ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്. സ്നാനപ്പെടുത്തിയ കണക്ക് ഗുഡ് ന്യൂസിലിടുക, അത്ര മാത്രമേ അവന്മാർക്കുള്ളൂ. ആ പരിപാടിയല്ല, ആത്മാവ് മേപ്പോട്ട് പോകണം, അവിടെ എത്തണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ആമേൻ. നാളെ എനിക്കിവിടെ ഒരു പള്ളി ഉണ്ടാക്കി നിങ്ങളെ 10 പേരെ കൊണ്ട് അപ്പുറത്തിരുന്ന് കൊട്ടു തുടങ്ങാനല്ല. ഇപ്പം അതാ പരിപാടി. റാന്നി എന്ന് പറയുന്ന മഹാസമുദ്രത്തിൽ ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്, ഇല്ലയോ അച്ഛാ? ഉണ്ട്. പിടിക്കാൻ ആൾ ഇല്ല. കാര്യം സമുദ്രത്തിൽ നിന്ന് മീൻ പിടിക്കണം, ഇമ്മണി പാടാ. വേണ്ടേ? വെള്ളം തുഴയണം, കയറിയിരിക്കണം, തുഴയെടുക്കണം, നൽക്കടലിൽ ചെല്ലണം, തണുപ്പും കാറ്റും കോളും സഹിക്കണം, വലയെടുത്ത് വെച്ച് ആഞ്ഞ് വീശണം, വീശിയിട്ട് ദീർഘക്ഷമയോടെ കാത്തിരിക്കണം, പിന്നെ വലിച്ച് കയറ്റണം. വലിച്ച് കയറ്റുമ്പോൾ വല്ല ഞണ്ടോ കാര്യോ കൂരിയോ എങ്ങാനുമാണ് ഇറുക്ക് കിട്ടും, അതും കിട്ടണം. ഇതെല്ലാം സഹിച്ചെങ്കിലല്ലേ സമുദ്രത്തിൽ നിന്ന് ഒന്നിനെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ സമുദ്രത്തിൽ നിന്ന് പിടിക്കാൻ ആളില്ല, എല്ലാം അക്വേറിയത്തിൽ നിന്ന് കോരുക. അതാകുമ്പോൾ നല്ല ഗോൾഡൻ ഫിഷിനെ നോക്കി കോരി ഇപ്പുറത്ത് കൊണ്ടിട്ട് കൊട്ട സാബ, നല്ല ഗോൾഡൻ ഫിഷ് നോക്കി സ്തോത്രം. അതാ പറഞ്ഞേ. ഓൾറെഡി ഒരു അക്വേറിയത്തിൽ കിടക്കുക, അവിടുന്ന് കോരി ഇപ്പുറത്ത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി. അടുത്തത് പ്രാർത്ഥന കഴിച്ചു പോന്നു, പുസ്തകം അടച്ചു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് വായിച്ച കുറിവാക്യം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഉത്തരം: ദൈവത്തിന് ഭൂമിയിൽ പള്ളിയുണ്ടോ? ഉത്തരം: ദൈവത്തിന് ഭൂമിയിൽ സഭയുണ്ടോ? ഉത്തരം: ഉണ്ട്. ഏതാണ് ആ പള്ളി? ഏതാണ് ആ സഭ? ആമേ. മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടം പുഴവക്കത്ത് കൂടിയാലും, മരച്ചവിട്ടി കൂടിയാലും, കട്ടടത്തെ കൂടിയാലും, ചന്തമൈതാനത്ത് കൂടിയാലും, ടെറസിന്റെ മേലെ കൂടിയാലും, ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ ദൈവത്തിൻ്റെ സഭ. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭ. അതാണ് ദൈവത്തിൻ്റെ സഭ. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ പറയപ്പെട്ട സഭയെ ചേർക്കുവാനാണ് എൻ്റെ യേശു വാനമേഘ വെളിപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് അതാ വാതിക്കലെടുത്തിരിക്കുന്നു. സകല ലോക സംഭവങ്ങളും വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ: കർത്താവിൻ്റെ വരവ് ഏറ്റവും എടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന സഭയുടെ ഭാഗമായി മണവാട്ടിയായി തീരുവാൻ, ദേശമേ ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേ വേർപെട്ട് ദൈവത്തെ ആരാധിച്ചും കൊണ്ട് കർത്താവിൻ്റെ വരവിനായി എടുക്കപ്പെടുവാൻ ഈ സുവിശേഷം ഭൂകമ്പയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ആവർത്തിച്ച് വിളംബരം ചെയ്യുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷിതിയിൽ ഇല്ലവേ ഇല്ലെന്ന് അത്യുച്ചത്തിൽ വിളംബരം ചെയ്തുകൊണ്ടേ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ അവസാനത്തെ കുത്തുമുട്ടുകൊള്ളുന്നു. പാടുവാനൊന്നും സമയമെടുക്കുന്നില്ല, സമയം പരിധി വിട്ടതുകൊണ്ട് നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. നാളെ പാടി ആരാധിക്കാം. ആമേൻ. ശാന്തമായി സമയം വരെയും ശബ്ദം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ച് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവം ഈ ദേശത്തെയും കടന്നു വന്ന ദൈവജനത്തെയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.